വയനാട്ടിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും കഴിഞ്ഞു. ഇനി കടുത്ത പോരാട്ട ഭൂമിയിലേക്കാണ് നേതാക്കളും പ്രവർത്തകരും കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന പാലക്കാട്ട് കോൺഗ്രസും പടലപ്പിണക്കങ്ങൾ ഒഴിഞ്ഞ് ഒന്ന് നേരെ ചൊവ്വേ രാഷ്ട്രീയം പറയാൻ കഴിയാത്ത BJPയും ഡോക്ടർ സരിൻ്റെ പ്രകടനത്തിൽ പുതിയ ആവേശവും ആത്മവിശ്വാസവും കൈമുതലാക്കി ഒന്നാം സ്ഥാനത്തെത്തുമെന്ന് ഉറപ്പിക്കുന്ന ഇടതുമുന്നണിയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ചൂട് കൊഴുപ്പിക്കുകയാണ്. പാലക്കാട് മഹിളാ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാരി ഇന്ന് CPIMൽ ചേർന്നു. ഡീലുകളും കള്ളപ്പണവും വോട്ടർ പട്ടികയെക്കുറിച്ചുള്ള പരാതികളും പോരാത്തതിന് വയനാട്ടിലും ചേലക്കരയിലും പോളിംഗ് കുറഞ്ഞതും ഇന്ന് ചർച്ചയാണ്. ഏറ്റവും ഒടുവിൽ വയനാട് സഹായത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രം കൈമലർത്തിക്കാട്ടിയ വാർത്തയും വന്നിട്ടുണ്ട്. പുറത്ത് എഴുതി തീരാത്ത ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നുവെന്ന് വാർത്ത കൊടുത്ത് EP പറയാത്ത കാര്യങ്ങൾ സരിനെതിരായി പറഞ്ഞ് മാധ്യമങ്ങൾ പറഞ്ഞ EP ജയരാജൻ ഇന്ന് പാലക്കാട് സരിന് വേണ്ടി പ്രസംഗിച്ചു. രാഹുൽ അപ്രസക്തമായോ? ഷാഫി മൗനത്തിലാണോ? കൃഷ്ണകുമാറിന് ചങ്കിടിപ്പാണോ? സരിൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമോ? 5 നാളുകൾക്കപ്പുറം പാലക്കാട് പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ എന്താകും ജനവിധി? ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് നിതിൻ കണിച്ചേരി, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് PM നിയാസ്, BJP വക്താവ് അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് എന്നിവർ. ഏറ്റവും ആദ്യം അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, താങ്കളിലേക്കാണ് വരുന്നത്. ഇന്ന് പാലക്കാട് വലിയ പോരാട്ടം നടക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന 2 വാർത്തകൾ BJPക്കെതിരാണ്. BJP അവിടുത്തെ വോട്ടർ പട്ടികയിൽ വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയതിൻ്റെ വാർത്തകൾ വന്നിട്ടുണ്ട്. രണ്ടാമത് ഈ വയനാടിൻ്റെ കാര്യത്തിൽ വയനാട് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും. നരേന്ദ്രമോദി ഇവിടെ വന്ന് വയനാട്ടിലെ ജനങ്ങളെയൊക്കെ കണ്ട് പറഞ്ഞു പോയതിൻ്റെ ഒരു ഫലം ഉടനെ ഉണ്ടാകും. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ആളുകളോട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ വന്നതാണ്. അതിപ്പോൾ കിട്ടാൻ പോകുന്നു പറഞ്ഞെടുത്ത് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേന്നാൾ ഇപ്പോൾ മറുപടി വന്നിരിക്കുന്നു. അങ്ങനെ ഒരു കേന്ദ്ര സഹായം കിട്ടാൻ പോകുന്നില്ല എന്ന് കൈ മലർത്തി കാണിക്കുകയാണ് നരേന്ദ്രമോദി. അപ്പോൾ ഇത് ചർച്ചയാകില്ലേ പാലക്കാട്? ഡോക്ടർ ലാൽ, ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് 2 നിയമസഭകളിലേക്കും ഒരു പാർലമെന്റ് മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ്, അതുണ്ടാകുന്നതിന് മുൻപേ ആ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ അന്ന് മുതൽ പ്രത്യേകിച്ച് തൃശ്ശൂരിൽ BJPക്ക് വലിയ തരത്തിലുള്ള വിജയമുണ്ടായതിനു ശേഷം വളരെ വലിയ രാഷ്ട്രീയ ആരോപണങ്ങളാണ്, കള്ള ആരോപണങ്ങളാണ് BJPക്കെതിരായി കഴിഞ്ഞ 3-4 മാസക്കാലമായി കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിങ്ങൾ മാത്രമല്ല, LDF മാത്രമല്ല, UDFും LDFും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ, നട്ടാൽ കുരുക്കാത്ത കള്ളം പറയുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം BJPക്കെതിരാണ്. ഒരുമിച്ച് നിന്നുകൊണ്ടാണ് BJPയെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ. ഇതിലിപ്പോ എന്ത് കള്ളം പറഞ്ഞതാണ്? ഈ വയനാട്ടിൽ ധനസഹായം കൊടുക്കും, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ BJPക്കാരും ഉണ്ടല്ലോ. മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തതാണല്ലോ. ഇപ്പൊ ഉടനെ കിട്ടുമെന്ന് പറഞ്ഞാണല്ലോ. ഇപ്പൊ കൈമലർത്തി കാണിക്കുമ്പോൾ എന്ത് കള്ളം ആര് പറഞ്ഞു എന്നാണ്? ഡോക്ടർ ലാൽ, ഞാൻ ആ വിഷയത്തെ കുറിച്ച് മാത്രമല്ലല്ലോ കള്ളം എന്ന് പറഞ്ഞത്. രാഷ്ട്രീയ ആരോപണങ്ങൾ നടക്കുന്നതെല്ലാം BJPക്കെതിരെയുള്ളത് കള്ളപ്രചരണമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങത് വയനാട്ടിലേക്ക് വന്നതുകൊണ്ട് ഞാൻ അതിന്റെ കാര്യം ആദ്യം സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വയനാട് ദുരന്തമുണ്ടാകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായി കേരളത്തിലേക്ക് കിട്ടിയിട്ടുള്ള ഫണ്ട്, അതിൽ ഏതെങ്കിലും ഒരു പൈസ തടഞ്ഞു വെച്ചതായിട്ടുള്ള അറിവ് നമ്മുടെ പൊതുമണ്ഡലത്തിലില്ല. അല്ല, അതല്ലല്ലോ പ്രശ്നം. ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രശ്നം. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് എല്ലാ കൊല്ലവും കൊടുക്കുന്ന
ആ, ആ ഫണ്ടിനെ കുറിച്ചല്ല എൻ്റെ ചോദ്യം. വയനാട്ടിൽ നമ്മളാരും കണ്ടിട്ടില്ലാത്ത, അവിടെ ജനങ്ങൾ ഒട്ടാകെ മണ്ണിനടിയിലേക്ക് ഒലിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിട്ട് അവിടെ പോയി നരേന്ദ്രമോദി വന്ന് അവിടുത്തെ കുട്ടികളെയൊക്കെ എടുത്ത് തോളത്ത് വെച്ച് കരഞ്ഞ് കണ്ണീര് കാണിച്ച് നാടകം കളിച്ച് പോയി എന്ന് ഇന്ന് പറയേണ്ടി വരുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു സഹായം പോലും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ, പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിങ്ങൾ വയനാട്ടിൽ പറ്റിച്ച് വോട്ട് വാങ്ങിയെങ്കിൽ പാലക്കാട് അത് ചർച്ചയാകില്ല എന്നൊരു ധൈര്യമാണോ നിങ്ങൾക്ക്? അതുമാത്രമല്ല, അവിടെ ആ വോട്ടർ പട്ടികയിൽ നിങ്ങൾ ക്രമക്കേട് കാട്ടിയതിൻ്റെ വാർത്തയും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങയുടെ ഒരു ചോദ്യത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങയുടെ എല്ലാ ചോദ്യത്തിനും ആൻസർ പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പക്ഷെ അങ്ങ് ഇനി എന്റെ ചോദ്യത്തിനിടയിൽ ഒരു ഉപചോദ്യവുമായിട്ട് വരികയാണെങ്കിൽ എന്നോട് മുന്നേറി പറയണം എന്ന് മാത്രമേ എനിക്കുള്ളൂ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വയനാടിനെ സംബന്ധിച്ച് അങ്ങ് സൂചിപ്പിച്ചതിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ട് അല്ലാതെ ഏത് ഫണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് ചെലവാക്കിയിട്ടുള്ളത്? അങ്ങ് ഉത്തരം പറയണം. രണ്ട്, അങ്ങ് ചോദിച്ചത് കൊണ്ട് അങ്ങ് ഉത്തരം പറയണം. ചിലവാക്കിയതിന്റെ റീംബേഴ്സ്മെന്റ് അല്ല ചോദിക്കുന്നത്. ചിലവാക്കിയതിന്റെ റീംബേഴ്സ്മെന്റ് അല്ല ചോദിക്കുന്നത്. അവർക്ക് കൊടുക്കേണ്ട, ആ വയനാട്ടിലെ ജനങ്ങൾക്കൊരു പുതിയ ജീവിതം സൃഷ്ടിച്ചു കൊടുക്കേണ്ട അതിൻ്റെ സഹായത്തിന് വേണ്ട പണമാണ്. അവിടെ അവർക്ക് ഒരു പുതിയ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കേന്ദ്രം തരാൻ പോകുന്നൊരു സഹായത്തെക്കുറിച്ചാണ്. ഇവിടെ കാറ്റ് ദൂരെ നടിച്ചാൽ തന്നെ ഒറീസയ്ക്കും ബീഹാറിനും സഹായം പ്രഖ്യാപിക്കുന്ന ഒരു ശീലം കൂടി നമുക്കുണ്ടല്ലോ. അത് കൂടി ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞാൽ മതി. ഞാൻ അതുകൊണ്ടാണ് അങ്ങയോട് വിനീതമായി അഭ്യർത്ഥിച്ചത്. ഞാൻ എന്റെ ഭാഗം ഒന്ന് പൂർത്തിയാക്കാൻ എനിക്കൊരു മിനിമം സമയമുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ, എന്നിട്ട് ഞാൻ പറയാം. പറഞ്ഞോളൂ. ഞാൻ ഇനി പറയുന്നില്ല. അങ്ങ് ഇത്രയും വിശദീകരിക്കേണ്ട, അങ്ങ് പറഞ്ഞോളൂ. ഞാൻ ആ ഇടയ്ക്ക് ആ ചോദ്യങ്ങളോട് അങ്ങ് പറയുന്ന ഒരു കമന്റിന്റെ കൂട്ടത്തിൽ അതും കൂടി പറഞ്ഞു പോകുന്നതാണ്. അല്ലല്ല, ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി ചേർത്തിട്ട് ഞാൻ പറഞ്ഞോളാം. അങ്ങ് ഊഹിക്കുന്ന ചോദ്യത്തിനോടുള്ള ഉത്തരം ഞാൻ പറഞ്ഞോളാം. വർഷം കഴിഞ്ഞല്ലോ. അതായത് വയനാട് മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു ദുരന്തമുണ്ടായാൽ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുള്ള ഫണ്ടല്ലാതെ മറ്റേതെങ്കിലും ഒരു ഫണ്ട് ഈ കേരള സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ, വയനാട്ടിൽ എന്നല്ല വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ദുരന്തമുണ്ടായപ്പോൾ ഉപയോഗിച്ചതായി അങ്ങയുടെ അറിവിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയൂ. അല്ല, എന്റെ അറിവ് ഇതാണ്. ഇപ്പൊ ഒറീസയ്ക്കും തെലങ്കാനയ്ക്കും ബീഹാറിനും ഒക്കെ കൊടുത്ത പ്രഖ്യാപനങ്ങൾ ഏത് ഫണ്ടിൽ നിന്നാണ്? അവിടെ എല്ലാ വർഷവും കൊടുക്കുന്നതാണോ? കാറ്റടിച്ചാലും ഇല്ലെങ്കിലും കൊടുക്കുന്ന പൈസയാണോ അവിടെ കൊടുത്തത്? അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ. ഈ വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടായതിനു ശേഷം കേന്ദ്ര ഗവൺമെന്റിലേക്ക് അവിടെ ഒരു പുതിയ പദ്ധതി വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ പ്രോജക്റ്റ് വരാൻ പോകുന്നു അവരെ പുനരധിവസിപ്പിക്കാൻ, അതിന് ഞങ്ങൾക്ക് ഇത്ര പണം വേണം, അതിന്റെ കണക്കുകൾ ഇതാണ് എന്ന് സൂചിപ്പിക്കുന്ന എന്ത് പദ്ധതിയാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്? സർ, ഇത് അവിടെ ആളുകളുടെ ജീവിതം ഒലിച്ചുപോയി. അവർക്ക് എന്താണ്, അരി പോലും വാങ്ങിക്കാനുള്ള പൈസ ഇല്ലാത്ത സമയത്ത് ഡിസ്ക്രിപ്ഷൻ എനിക്ക് കേൾക്കണ്ട. അല്ലല്ല, അങ്ങയുടെ ഡിസ്ക്രിപ്ഷൻ എനിക്ക് കേൾക്കണ്ട. അങ്ങേക്കൊന്നും കേൾക്കണ്ട. ഈ നാട്ടുകാർക്കുള്ള ചോദ്യങ്ങൾ അങ്ങേക്ക് കേൾക്കണ്ട. അതാണ് എനിക്ക് അറിയേണ്ടത്. ഇന്നലെ വരെ നിങ്ങൾക്കത് കേൾക്കാമായിരുന്നു. ഇന്നലെ വരെ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇത്തരം ചോദ്യങ്ങൾ ഏത് മാധ്യമം ചോദിച്ചാലും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. മറുപടി പറയും, ഉടനെ വരുമെന്ന് പറയും, കൊടുക്കാൻ പോവുകയാണെന്ന് പറയും. അല്ലല്ല, അങ്ങ് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൃത്യമായ ഉത്തരമാണ് പറഞ്ഞത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് കൊടുത്തിട്ടുള്ള പണം അത് കൃത്യമായി സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുണ്ട്. അത് മാത്രമാണ്, അതിനപ്പുറത്ത് ഒരു രൂപ ഈ സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ചിട്ടില്ല. അത് മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ള പണം. ഇനി രണ്ടാമത്തത്, ഞാൻ അതുകൊണ്ടാണ് അങ്ങോട്ട് തിരിച്ചു ചോദിച്ചത്. അല്ല, സംസ്ഥാനം ഈ പണം ചെലവഴിച്ചത് മാത്രമേ അവിടെ ചെയ്തിട്ടുള്ളൂ. ആ വയനാട്ടിൽ ഇതുവരെ കാര്യങ്ങൾ നടക്കുന്നതൊക്കെ പണം ചെലവഴിച്ച കാര്യങ്ങൾ മാത്രമാണോ? അല്ലാതെ ഒരു കാര്യം അവിടെ നടക്കുന്നില്ലേ? പണം ചെലവഴിച്ചതും ഇനി കൊടുക്കാനുള്ളതൊക്കെ ഇല്ലേ അവിടെ? ഞാൻ അതാ തിരിച്ചു ചോദിച്ചതെന്ന്. എന്റെ അറിവിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കിട്ടിയിട്ടില്ല ഫണ്ടിൽ നിന്ന് മാത്രമേ പണം ചെലവഴിച്ചതായി എന്റെ അറിവിൽ. അപ്പൊ ഇനി ഇത് മതിയോ? ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കയ്യിലുള്ള പണം വെച്ചിട്ട് അവിടെ ഈ സ്ഥിരം കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലാതെ വയനാട്ടിൽ ഇനി ഒന്നും ചെയ്യണ്ട എന്നാണോ BJPയുടെ അഭിപ്രായം? അതാ ഞാൻ തിരിച്ചു ചോദിച്ചത്. അങ്ങനെ പുതുതായി ഏതെങ്കിലും തരത്തിലുള്ള പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു പദ്ധതിയിൽ നിന്ന്, അത് ഏതുമാകട്ടെ, ഏത് പദ്ധതിയുടെ വിഹിതത്തിന്റെ ഭാഗമാകട്ടെ, ഒരു പദ്ധതിയിൽ നിന്ന്
ആ പുനരധിവാസ പ്രക്രിയക്ക് വേണ്ടിയിട്ടുള്ള പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു കത്ത് പോയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഒറീസയിലും തെലങ്കാനയിലും ബീഹാറിലും ഒക്കെ കാറ്റടിച്ചപ്പോ ഇതുപോലെ കേന്ദ്രത്തിന്റെ ഏതെങ്കിലും ഒരു പദ്ധതിയിൽ നിന്ന് കത്തയച്ചതിന്റെ ഫലമായിട്ടാണോ ഒറീസയിലും ബീഹാറിലും പൈസ കൊടുത്തത്? അത് ഏത് പദ്ധതിയാണ് താങ്കൾക്ക് പറയാമോ? കേന്ദ്രത്തിന്റെ ഏത് പദ്ധതി അനുസരിച്ചാണ് കത്തെഴുതിയത് താങ്കൾക്ക് പറയാമോ? അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കൽ, അങ്ങനെ അതിബുദ്ധി കാണിച്ച തെറ്റിദ്ധരിപ്പിക്കൽ. അങ്ങനെ താങ്കൾ ചോദിച്ചതിന്റെ മറുപടിയാണ്. ഞാൻ വയനാടിനെ കുറിച്ച് മാത്രമാണ് ചോദിച്ചത്. വയനാട്ടിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പണം വേണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന അതാണ് അങ്ങേക്ക് വയനാടിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. ബീഹാറിനെ കുറിച്ച് ചോദിക്കരുത്, ഒറീസയെ കുറിച്ച് ചോദിക്കരുത്, തെലങ്കാനയെ കുറിച്ച് ചോദിക്കരുത്. വയനാടിനെ കുറിച്ച് മാത്രം പറയൂ. അത് നിങ്ങൾക്ക് ഒരു പ്രത്യേക കേസാണ്. കാരണം വയനാട് ദൗർഭാഗ്യവശാൽ കേരളത്തിലായിപ്പോയി. കേരളം ഭരിക്കുന്നത് ദൗർഭാഗ്യവശാൽ താങ്കളുടെ വാക്യത്തിലാണെങ്കിൽ അത് പിണറായി വിജയന്റെ സർക്കാരായിപ്പോയി, ഇടതുമുന്നണിയുടെ സർക്കാരായിപ്പോയി. ശരി, രണ്ടാമത്തെ ചോദ്യം വയനാട്ട് ഇന്ന് പാലക്കാട് അവിടെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ ഇടപെടൽ എന്താണ്? അങ്ങയുടെ ഇൻട്രോ മാത്രം കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. സോറി, പറയൂ. എനിക്ക് അങ്ങയുടെ ഇൻട്രോ മാത്രം കേട്ടുകൊണ്ടിരിക്കാനില്ല. അങ്ങയുടെ സജഷൻസും അങ്ങയുടെ ഐഡിയാസും മാത്രം പറയാനുള്ളതാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അങ്ങേക്കെന്തും പറയാം. അല്ല, ഈ ശൈലിയിൽ അല്ലാതെ ഏത് ശൈലിയിലാണ് നമ്മുടെ നാട്ടിൽ ചർച്ചകൾ നടക്കുന്നത്? ഞാനിപ്പോ കൈരളിക്ക് വേണ്ടി മാത്രം കണ്ടുപിടിച്ച ഒരു ചർച്ചാ ശൈലി അല്ല ഇത് തന്നെയാണ് ഇപ്പൊ നാട്ടിൽ നടക്കുന്ന ചർച്ച. ഞാൻ അതുകൊണ്ടാണ് അങ്ങയോട് വിനീതമായി അഭ്യർത്ഥിച്ചത്. എനിക്ക് 1 മിനിറ്റ് ആണെങ്കിൽ 1 മിനിറ്റ്, 30 സെക്കൻഡ് ആണെങ്കിൽ 30 സെക്കൻഡ്, ആ 30 സെക്കൻഡ് എനിക്ക് തരൂ. താങ്കൾ പറഞ്ഞോളൂ. എനിക്കൊരു പ്രശ്നമില്ല. പറഞ്ഞോളൂ. കൈരളിക്ക് മാത്രമായി അങ്ങനെ ഒരു ചോദ്യം വേണ്ട. അല്ല, കൈരളിക്ക് മാത്രമായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ഈ നാട്ടിൽ ഇപ്പോഴത്തെ രീതി അതാണ്. കൈരളിക്ക് മാത്രമായി കുറെ ചോദ്യങ്ങളുണ്ട്. ഇന്ന് ഞാൻ ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ ഏതെങ്കിലും മാധ്യമത്തിൽ നിന്ന് BJPക്ക് ചോദ്യങ്ങളായി വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നടക്കുന്നില്ല, അത്തരം ചർച്ച നടക്കുന്നില്ല അവിടെ. ഡോക്ടർ ലാൽ, എനിക്ക് 15 സെക്കൻഡ് ഉണ്ടോ അങ്ങയുടെ ചർച്ചയിൽ? അങ്ങേക്ക് 1 മിനിറ്റ് ഉണ്ട്. ഇപ്പൊ 1 മിനിറ്റ് ഉണ്ട്. എനിക്ക് അടുത്ത ആളിലേക്ക് പോകണം. 8:15 മണിയായി. നമ്മൾ ചർച്ച തുടങ്ങാൻ അല്പം വൈകി, താങ്കൾ എത്താൻ വൈകി. എനിക്ക് താങ്കൾ 1 മിനിറ്റ് ഇപ്പോ. അല്ല, എനിക്കൊരു ഒറ്റ കാര്യം അങ്ങോട്ട് ചോദിക്കാനുള്ളത്. ഞാനതാ പറഞ്ഞത്. വയനാടിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ഫണ്ട്, തനത് സംസ്ഥാന ഫണ്ട് ചെലവഴിച്ചു എന്നുണ്ടോ? അതിന്റെ കണക്ക് പറയൂ. രണ്ടാമത്തത്, ഏതെങ്കിലും ഒരു ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പദ്ധതി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, അങ്ങയോട് ഒറ്റ കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കാൻ. എനിക്ക് വേറൊന്നും ഈ കാര്യത്തിൽ പറയാനില്ല. 3, സംസ്ഥാന ഗവൺമെന്റ് പുനരധിവാസത്തിന് വേണ്ടി ഏതെങ്കിലും സ്ഥലം ഏറ്റെടുത്ത് അതിന്റെ പദ്ധതികളുമായി മുന്നോട്ട് പോയിട്ടുണ്ടോ? അങ്ങനെ പോയിട്ടുള്ളതെല്ലാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് പോയി സ്റ്റേ കിടക്കുന്ന കാര്യങ്ങളല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, കള്ളം പ്രചരിപ്പിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, ഇത്രയും ദിവസം ഇതൊക്കെ ചെയ്താലാണ് വയനാടിന് സഹായം കിട്ടുക എന്ന് BJP പറഞ്ഞിരുന്നോ ഈ നാട്ടുകാരോട്? വയനാട്ടിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നവ്യ ഹരിദാസ് അവിടെ മത്സരിച്ചപ്പോ നിങ്ങൾ ഇതാണോ അവിടെ പറഞ്ഞത്? അതാണ് എന്റെ ഒരു ചോദ്യം. പാലക്കാട് ഇത് ജനങ്ങളോട് നാളെ മുതൽ പറയുമോ? നിങ്ങൾ ഇങ്ങനെ തന്നെ പറയുമോ? പാലക്കാട് ജനങ്ങൾക്ക് അറിയാമല്ലോ. വയനാടിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തതല്ലാത്ത ഒരു പണവും സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ചതായി നമ്മുടെ പൊതുമണ്ഡലത്തിൽ. ശരി, വോട്ടർ പട്ടികയിലേക്ക് ഞാൻ രണ്ടാമത് വരാം. ഇതാണിപ്പോ ആദ്യത്തെ ചർച്ച. ഇതാണോ നിതിൻ കണിച്ചേരി നാളെ അല്ലെങ്കിൽ ഇപ്പോൾ പാലക്കാട് ഇന്ന് വൈകുന്നേരം മുതൽ ഈ വാർത്ത വന്ന ശേഷം വയനാടിന്റെ കാര്യത്തിൽ ഒരു ധനസഹായവും കിട്ടാൻ പോകുന്നില്ല, അങ്ങനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പോകുന്നില്ല എന്ന് കൈമലർത്തി കേന്ദ്രം കാണിച്ചതിൻ്റെ പുറത്ത് BJPക്ക് ഒരു പരാതിയും പാലക്കാട്ടുകാർ പറയാൻ പോകുന്നില്ലേ? നോക്കൂ, അതിൽ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞ 2-3 വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, അദ്ദേഹത്തോട് പറഞ്ഞ് വയനാട്ടിലെ ദുരന്തമുണ്ടായി ഏതാണ്ട് 3 മാസത്തിലധികം പിന്നിട്ടിരിക്കുകയാണ്. വയനാട് ദുരന്ത മേഖലയിൽ ദുരന്തമുണ്ടായി 11 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്നു. മണിക്കൂറുകളോളം അദ്ദേഹം അവിടെ ചെലവഴിച്ചു. അതിനുശേഷം നടന്ന അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഇതിൻ്റെ എല്ലാം വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ കേന്ദ്രത്തിന് നൽകണം. കേന്ദ്രം കഴിയുന്നതിൻ്റെ പരമാവധി ഈ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വേണ്ടി ചെയ്യും എന്ന് വാക്കു പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയത്.
ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജ്യത്തിലെ ജനങ്ങളോട് പറയുന്ന വാക്കുകൾക്ക് ഇത്രയേ വിലയുള്ളൂ എന്ന് അദ്ദേഹം ചർച്ചയിൽ സമ്മതിച്ചാൽ മതി, പ്രശ്നമില്ല. നോക്കൂ, കേരളത്തിലെ സംസ്ഥാന സർക്കാരിന് എത്ര ഉത്തരവാദിത്വമുണ്ടോ അത്രയും ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരല്പമെങ്കിലും കൂടുതൽ വയനാട്ടിൽ എന്നല്ല ഇന്ത്യയിൽ എവിടെ ഇത്തരമൊരു പ്രശ്നമുണ്ടായാലും ആ പ്രശ്നം പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിനില്ലേ? ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ശ്രീ കൃഷ്ണദാസ് പറയുന്നു അങ്ങനെ കേന്ദ്രത്തിന് ഉത്തരവാദിത്വമില്ല, അത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ചർച്ചയിലേക്ക് പോകാം. ഈ രാജ്യത്തിനകത്ത് നികുതി പിരിക്കുന്നതിൽ നേർപകുതിയോ അതിൽ കൂടുതലോ ജനങ്ങൾ, വയനാട്ടിലെ ജനങ്ങൾ, ഈ ദുരന്തബാധിതരായ ജനങ്ങൾ, ഈ നാട്ടിലെ രാജ്യത്തെ എല്ലാ ജനങ്ങളും നൽകുന്നത് കേന്ദ്ര സർക്കാരിന് കൂടിയാണ്. കേന്ദ്രമാണ് പിരിച്ചുകൊണ്ടുപോകുന്നത്. ആ കേന്ദ്ര സർക്കാർ ഭരണം നടത്തുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരണം നടത്തുന്ന രാജ്യത്തിന്റെ ഭാഗമല്ലേ കേരളം? ആ കേരളത്തിലെ ഒരു ഭാഗമല്ലേ വയനാട്? അവിടെയുള്ള ജനതയ്ക്കൊരു ദുരന്തമുണ്ടായാൽ ഇതാണ് കേന്ദ്രത്തിന്റെ സമീപനമെങ്കിൽ നാളെ ഈ പാലക്കാട് ജില്ലയിൽ ഇങ്ങനൊരു ദുരന്തം ഉണ്ടാവില്ല എന്ന് ആർക്കെങ്കിലും പ്രവചിക്കാൻ കഴിയുമോ? നാളെ ഈ പാലക്കാട്ടെ ജനതയ്ക്ക് ഇങ്ങനൊരു ദുരന്തം ഉണ്ടായാലും ഈ കേരളത്തിലെ മറ്റെവിടെ ഇത്തരത്തിൽ ദുരന്തം എവിടെയും ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെ സംഭവിച്ചാൽ ഇത് തന്നെയാണോ BJPയുടെ നിലപാട്? ആ നിലപാട് അദ്ദേഹം അങ്ങ് പറഞ്ഞാൽ മതി. അദ്ദേഹം പറഞ്ഞത് ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് കേരളത്തിന് പണം നൽകി. ആ പണം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നൽകുന്നതല്ല. ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ഭരണഘടനാപരമായി കേന്ദ്രത്തിന് ഉത്തരവാദിത്വമുണ്ട് സംസ്ഥാനങ്ങൾക്ക് വിഹിതം നൽകാൻ. ആ വിഹിതമാണ് നൽകിയത്. അത് വയനാടിൽ ദുരന്തം ഉണ്ടായാലും ഇല്ലെങ്കിലും കേരളത്തിൽ ഇത്തരത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നതിനൊപ്പം നൽകുന്നതാണ് ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന്. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതമാണത്. അത് കേന്ദ്രത്തിന്റെ ഒരു ഔദാര്യമല്ല. ഇവിടെ BJPയുടെ നേതാക്കൾ ശ്രീ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് കേട്ടാൽ തോന്നുക കേന്ദ്രം ഒരു യജമാനനും കേരളം ഒരു ഭൃത്യവും. അങ്ങനെയാണോ നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംബന്ധിച്ചും ജനങ്ങളെ സംബന്ധിച്ചും നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും കരുതിയിട്ടുള്ളത്? കേരളത്തിലെ ജനത ആവശ്യപ്പെടുന്ന ഒരു ഔദാര്യമല്ല, വയനാട്ടിലെ ജനം ആവശ്യപ്പെടുന്ന ഒരു ഔദാര്യമല്ല, വയനാട്ടിലെ ജനതയുടെ അവകാശമാണ്. ആ അവകാശം ചോദിക്കുമ്പോൾ നൽകാൻ കേന്ദ്രത്തിലെ BJP തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നേരത്തെ ലാൽ തന്നെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ നോക്കൂ, ബീഹാറിൽ, ആന്ധ്രയിൽ, ഗുജറാത്തിൽ, ഹിമാചൽ പ്രദേശിൽ എല്ലാം ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ പ്രത്യേകമായ പാക്കേജുകൾ കേന്ദ്ര സർക്കാർ നൽകി. അത്തരമൊരു പാക്കേജ് വയനാട് നൽകണം എന്നാണ് കേരളത്തിന്റെ ആവശ്യം. വയനാട്ട് ദുരന്തം എന്നത് സമീപകാലത്ത് കേരളത്തിൽ ഒരു നിലയിലും കേരളത്തിലെ ജനതയ്ക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്തൊരു ദുരന്തമാണ്. നിങ്ങൾ നോക്കൂ, ആ ദുരന്തത്തെ തുടർന്ന് 8ലും 9 വയസ്സുള്ള കുട്ടികൾ അവരുടെ കളിപ്പാട്ടം വാങ്ങാൻ ശേഖരിച്ചു വെച്ചിരിക്കുന്ന നാണയക്കുടുക്കുകൾ സ്കൂളിൽ കൊണ്ടുപോയി ദുരന്തബാധിതരെ സഹായിക്കാൻ നൽകണം എന്ന് പറയുന്ന മനസ്സ് കാണിക്കുമ്പോഴാണ് ഇത്രയും നീചമായ മനസ്സുള്ള BJPയുടെ കേന്ദ്ര സർക്കാർ കേരളത്തോട് രാഷ്ട്രീയമായ വിവേചനം കാണിക്കുന്നത്. ഇത് രാഷ്ട്രീയ വിവേചനമല്ലാതെ മറ്റെന്താണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇത്രയും നീചമായ വിവേചനം കാണിക്കാൻ BJPക്കല്ലാതെ മറ്റാർക്കെങ്കിലും പറ്റുമോ? അത് പാലക്കാട്ടെ ജനം തിരിച്ചറിയും. പാലക്കാട്ടെ ജനം ആലോചിക്കുമല്ലോ, നാളെ ഇത്തരത്തിലൊരു ദുരന്തം പാലക്കാട് ഉണ്ടായാൽ, മറ്റെവിടെയെങ്കിലും ഉണ്ടായാൽ ഇതുതന്നെയല്ലേ BJPയുടെ നിലപാട്? അപ്പോ കേരളത്തിലെ ജനം BJPയോട് ചോദിക്കുന്നത് BJPയുടെ ഔദാര്യമല്ല, കേന്ദ്ര സർക്കാരിൽ നിന്ന് ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ട അവകാശമാണ്. നിങ്ങൾ ശ്രീ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള BJPയുടെ നേതാക്കൾ നോക്കേണ്ടത് ഇപ്പോഴും ജീവിതത്തിന്റെ മുമ്പിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന നൂറുകണക്കിന് ആളുകളാണ് ആ വയനാട് ദുരന്തബാധിതരുടെ മേഖലയിലുള്ളത്. അവരുടെ കണ്ണീരും ശാപവും ഒന്നും BJPയുടെ കേന്ദ്ര സർക്കാരിനും BJPയുടെ നേതാക്കൾക്കുമൊന്നും താങ്ങാൻ കഴിയുന്നതാവില്ല. ശരി, ഞാൻ വരാം നിതിൻ കണിച്ചേരി, ഞാൻ വരാം. വയനാടിന്റെ വാർത്തയാണ് ഏറ്റവും ഒടുവിൽ നമ്മുടെ മുമ്പിലേക്ക് വന്നത് എന്നതുകൊണ്ടാണ് ഞാൻ അത് ആദ്യം കൃഷ്ണദാസിനോട് ചോദ്യം ചോദിക്കേണ്ടി വന്ന ഘട്ടത്തിൽ ആ കാര്യം എടുത്തിട്ടതും. അതിനോടൊപ്പം വോട്ടർ പട്ടികയുടെ കാര്യം കൂടി പാലക്കാട് ഇപ്പോൾ ചർച്ചയാവുന്നു, ഞാൻ ചോദിച്ചിരുന്നു. നമുക്ക് ആ ചർച്ചയിലേക്ക് പതുക്കെ വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് PM നിയാസ് കൂടി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് PM നിയാസ്, പാലക്കാട് ഇനി ഇതാ ഇപ്പോൾ ഒരു 5 ദിവസമാണ് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി, ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സമയം ഇനി ഉള്ളത്. ചേലക്കരയിൽ ഇന്നലെ കഴിഞ്ഞു, വയനാട് ഇന്നലെ തെരഞ്ഞെടുപ്പ് അവിടെ കഴിഞ്ഞു. പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ് ഈ 2 മണ്ഡലങ്ങളിലും ഉണ്ടായിരിക്കുന്നത് എന്നതും നമ്മുടെ മുമ്പിലുണ്ട്. കോൺഗ്രസിൻ്റെ പാലക്കാടേക്കുള്ള ഒരു മുന്നോട്ട് പോക്കിൽ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ
ഇവിടെ നിന്ന് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചർച്ചാ വിഷയമാകുന്ന കാര്യങ്ങൾ ഇതൊക്കെ പരിഗണിക്കുമ്പോൾ പാലക്കാട് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് കോൺഗ്രസ്സിന്. അവിടെ തുടക്കം മുതൽ പ്രതീക്ഷിച്ചതുപോലെയല്ല കോൺഗ്രസിൻ്റെ അവസ്ഥ. ഇന്ന് പോലും അവിടെ ഒരു കൊഴിഞ്ഞുപോക്കുണ്ടായിരിക്കുന്നു. മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി അവിടെ CPM-ലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥ, അത് കോൺഗ്രസ്സിന് വല്ലാത്ത ഒരു പരിങ്ങലുണ്ടാക്കുന്ന അവസ്ഥയാണ്. പാലക്കാട് മറ്റുള്ള സ്ഥലങ്ങൾ പോലെ അല്ല, കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് എന്നാണോ? നോക്കൂ, ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് കോൺഗ്രസും അല്ലെങ്കിൽ UDF-ഉം LDF-ഉം തമ്മിലുള്ള വ്യത്യാസമാണ്. അങ്ങ് പറയുന്നത് പാലക്കാട് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അവിടെ കുറച്ചുകൂടി കോൺഗ്രസ്സിന് ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെയാണ്. അതുപോലെ കോൺഗ്രസ്സിൽ നിന്ന് 1-2 പേര് ഇങ്ങനെ പുറത്തു പോകുന്നു. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. കോൺഗ്രസ്സിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് ഏത് സമയത്ത് ഇറങ്ങിപ്പോകാം. എത്രയോ പേര് കോൺഗ്രസ്സിൽ നിന്ന് അടുത്ത കാലത്ത് ഇറങ്ങിപ്പോയവരൊക്കെ താങ്കളുടെ പാർട്ടിയിൽ അല്ലെങ്കിൽ CPM-ൻ്റെ പാർട്ടിയിൽ LDF-ൽ ചേക്കേറി വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു പ്രയാസവും ജനാധിപത്യ പാർട്ടി കൊണ്ട് പറയാറില്ല. ഇപ്പോൾ KP അനിൽകുമാർ ഒരു കോർപ്പറേഷൻ്റെ ചെയർമാനായി വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒട്ടനവധി ആളുകൾ, ഞങ്ങളൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ച് ഒട്ടനവധി ആളുകൾ അവിടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നലെ വരെ മാധ്യമ വിഭാഗത്തിൻ്റെ കൺവീനറായിരുന്ന സരീനാണ് ഒറ്റ സുപ്രഭാതത്തിൽ നമ്മുടെ EP പറയുന്നത് പോലെ നേരം വെളുക്കുമ്പോഴേക്കും കാല് മാറി താങ്കളുടെ പാർട്ടിയിലെത്തി, താങ്കളുടെ LDF-ൻ്റെ സ്ഥാനാർത്ഥിയാക്കി. എന്നാൽ എൻ്റെ ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ ഒരു വനിതാ കൗൺസിലർ, അത് LDF-ൻ്റെ ഒരു ഘടകകക്ഷിയുടെ പ്രതിനിധിയായി ജയിച്ച ആളാണ്. ആ ഘടകകക്ഷിയായ അവർ പാർട്ടി മാറി അവർ മറ്റൊരു പാർട്ടിയിൽ മുസ്ലിം ലീഗിൽ ചേരാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് രാജ്യരാമായണം EP ജയരാജൻ്റെ വാക്കിൽ രാജ്യരാമായണം പോയ സരീനെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഒരു തരത്തിലുള്ള തെറ്റായ രീതിയിലുള്ള നടപടിയും പോയില്ലല്ലോ. ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. പക്ഷേ ഞങ്ങൾ ചെയ്തതും നിങ്ങൾ ചെയ്തതും എങ്ങനെയാണ്? ഫറൂഖിലെ മുനിസിപ്പൽ ഒരു വനിതാ കൗൺസിലറോട് അവർ ഒരു നിൽക്കുന്ന പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറി. അങ്ങനെ മാറാൻ തീരുമാനമെടുത്തപ്പോൾ അവരെ കായികമായി നേരിടുന്നത് നമ്മൾ കണ്ടു. അവരെ ചെരുപ്പ് മാല അണിയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതൊരു പാർട്ടി മാറിയതാണ്. ഇതുപോലെ ഒരു പാർട്ടി മാറിയപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി കുപ്പായം കൊടുത്ത് അവരെ വീര പരിവേഷം നടത്തിക്കൊണ്ട് ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്ന അതേ പാർട്ടിയിൽ നിന്നും ഒരാൾ മാറിയപ്പോൾ, അല്ലെ ആ മുന്നണിയിൽ നിന്നും ഒരാൾ മാറി മറ്റൊരു പാർട്ടിയിൽ പറയപ്പോൾ ആ വനിതയെ അവരുടെ വീടെറിഞ്ഞ് തകർത്തു, അവരുടെ വീട്ടിൽ കല്ലെറിഞ്ഞ് അവരുടെ വീടിൻ്റെ ജനൽ ചില്ലകൾ എറിഞ്ഞു തകർത്തു, അവരെ ശാരീരികമായി കൈകാര്യം ചെയ്തു, ചെരുപ്പ് മാല അണിയിച്ചു. അങ്ങനെയെങ്കിൽ നിങ്ങൾ അതേ ഭാഷയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്തതെങ്കിൽ ഞങ്ങൾ സരിന്റെ വീട് ഞങ്ങൾ ആക്രമിക്കണ്ടേ? സരിന്റെ വീടിൽ ഞങ്ങൾ കയറി ആ ജനൽ ചില്ലകളൊക്കെ എറിഞ്ഞു പൊട്ടിക്കണ്ടേ? അതാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം നിങ്ങൾ പറഞ്ഞു ഒരു വനിതാ നേതാവ്, ഒരു മഹിളാ കോൺഗ്രസ് നേതാവ് പാർട്ടി വിട്ടു. അവരുടെ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലല്ലോ. അവർക്ക് ഒരു ചെരുപ്പുമാലയും നേരിടേണ്ടി വന്നില്ലല്ലോ. നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങളുടെ പാർട്ടിയിലെ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ അവിടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. പിന്നെ അദ്ദേഹത്തിനെ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊണ്ടുപോകുന്ന കൃഷ്ണദാസിനെ കണ്ടത്. താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമ ലോകത്തിനോട് അവരെ കൊടിച്ചിപ്പക്ഷികൾ എന്ന രീതിയിൽ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി. എല്ലിൻ കഷ്ടത്തിന് വേണ്ടി തടി കൊടുക്കുന്ന കൊടിച്ചിപ്പട്ടികൾ എന്ന രീതിയിൽ അവർ പറഞ്ഞു. അതൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമ ഞങ്ങൾക്ക് അങ്ങനെയല്ല തോന്നിയത്. അദ്ദേഹം ഒരു ഉപമ പറഞ്ഞപ്പോൾ ആ ഉപമയെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് തോന്നിയത് അതിന്റെ ഒരു അലങ്കാരമായി തോന്നി. മലയാളം അതെ ഞാൻ പറയാം ശ്യാമ ഞാൻ പറയാം, നിങ്ങൾക്ക് അത് അലങ്കാരമായി, നിങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു ഫ്രേസായിട്ട് നിങ്ങൾക്ക് തോന്നി. നിങ്ങൾ അങ്ങനെ വിളിച്ചതിൽ നിങ്ങൾ അഭിമാനം കൊള്ളുന്നുണ്ടാവും. പക്ഷെ എല്ലാ മാധ്യമപ്രവർത്തകരും അങ്ങനെയല്ല.
അവരൊക്കെ അതിൽ അസ്വസ്ഥ പ്രകടിപ്പിച്ചു. അല്ലല്ല അതായിക്കോട്ടെ. പക്ഷെ എനിക്ക് അപ്പോഴും ചോദിക്കാനുള്ളത് കോൺഗ്രസിൽ നിന്ന് ഒരാളൊന്നും അല്ലല്ലോ ഇന്നിപ്പോ പോയ കൃഷ്ണകുമാരി മാത്രമൊന്നും അല്ല. നമുക്ക് അതിനു മുമ്പ് ശശി ഉണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ സരിതയുണ്ട്, അതിനു മുമ്പ് പോയ ഷാനിബുണ്ട്, ഒട്ടേറെ ആളുകൾ, സരിന ഏറ്റവും ആദ്യം പോയി പാലക്കാട്, കുറേ ആളുകൾ പോയി. അതിനുശേഷം ഷിഹാബുദ്ദീന്റെ കാര്യം നമുക്കറിയാം, സക്കീർ ഹുസൈൻ, മറുപടി പറയുന്നത് നിങ്ങൾ ഇതല്ല. അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ അവിടെ പോയിട്ടുണ്ട്. ഇവരെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ കോൺഗ്രസിന്റെ സംഘടനാ ശക്തിയുടെ ഒരു പരിക്ക് കൊണ്ടാണോ, അതിന്റെ കുറവ് കൊണ്ടാണോ സാധിക്കാത്തത്? ഞാനത് പറയട്ടെ സഹോദര, ഞാനത് മറുപടി പറയട്ടെ. അങ്ങ് ഇങ്ങനെ അസ്വസ്ഥമാവല്ലേ? താങ്കളോട് ചോദ്യം ചോദിച്ചു, ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ഞാൻ പറയുന്നു, ഷാനിബിനെ കഴുത്ത് പിടിച്ച് ഞെക്കി കൊണ്ടുപോകാൻ ഞങ്ങളുടെ പാർട്ടിയിൽ ആരും വരില്ല. ഒരു വനിതാ മഹിളയെ ചെരുപ്പ് മാലയിടുവാൻ ഞങ്ങൾ ആരും വരില്ല. അവരെ വീടാക്രമിക്കാൻ ഞങ്ങൾ ആരും വരില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആളുകൾ പോകും. നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആള് പോയാൽ 51 വെട്ടുവെട്ടിയ ടി പി ചന്ദ്രശേഖരന്റെ ഗതി അവർക്ക് വരുമെന്ന് പേടിയുണ്ടാവും. നിങ്ങളെ പാർട്ടിയിൽ നിന്ന് ആളുകൾ പോകാത്തത് ടി പി ചന്ദ്രശേഖരന്റെ 51 വെട്ടി പോകേണ്ട ഗതി അവർക്ക് ഉണ്ടാവുന്നത് പേടിച്ചിട്ടാണ്. പക്ഷെ അവരൊരു കാര്യം ചെയ്യും, ഞങ്ങളും നിങ്ങളും തമ്മിൽ വ്യത്യാസം പറഞ്ഞു തരാം. അവരൊരു കാര്യം ചെയ്യും, അവര് ഞങ്ങളുടെ പാർട്ടി പരസ്യമായി പ്രതികരിക്കാൻ പറ്റുന്നതുകൊണ്ട് പരസ്യമായി പ്രതികരിച്ച് പാർട്ടി വിട്ടുപോകും. നിങ്ങളെ പാർട്ടി പേടിച്ച് അവിടെ നിൽക്കും. തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സ്റ്റേഷനിൽ എത്തിയാൽ ആ ബട്ടൺ അമർത്തുമ്പോൾ അരിവാൾ ചുറ്റികയ്ക്ക് നക്ഷത്രത്തിനല്ല, മറിച്ച് കൈപ്പത്തി വോട്ട് ചെയ്താണ് അവർ പ്രതിഷേധിക്കുക. അതാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കണ്ടത്. അതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്. ഞങ്ങളുടെ ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയാം. അങ്ങിപ്പോൾ പാലക്കാടിനെ കുറിച്ച് വലിയ പ്രതീക്ഷ ഉയർത്തുന്നല്ലോ. എന്തേ അങ്ങ് ഞാൻ സംഘടനാ പ്രവർത്തനം എനിക്ക് അനുവദിച്ചു തന്നത് ചേലക്കരയിലാണ്. ചേലക്കരയെ കുറിച്ച് അങ്ങ് പറയാത്തത് എന്താ? പറയാൻ അങ്ങക്ക് നാവ് പൊന്തില്ല. കാരണം ചേലക്കരയിൽ വരാൻ പോകുന്ന റിസൾട്ട് അങ്ങയുടെ പാർട്ടിക്കെതിരാണ്. 39,400 വോട്ട് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDF-നും CPM സ്ഥാനാർത്ഥിക്കും കിട്ടിയ അവിടെ ഇന്ന് തെരഞ്ഞെടുപ്പ് മാറി വരികയാണ്. കാരണം അവിടെ UDF അല്ല കൂടുതലുള്ളത്, CPM ആണ് കൂടുതലുള്ളത്. CPM-കാർ വോട്ട് ചെയ്ത് അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി ജയിക്കാൻ പോവുകയാണ്. നിങ്ങളെ പറഞ്ഞു വരുന്നത് പാലക്കാട് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അത് നിതിൻ പറയട്ടെ. പക്ഷെ പാലക്കാട് അപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, ഈ പ്രശ്നങ്ങളൊക്കെ കോൺഗ്രസിനുണ്ടെങ്കിലും ഓരോരുത്തരും ഇങ്ങനെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അവരെ കൈപിടിച്ച് അവരെ തോളിൽ കൈയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പോലും കോൺഗ്രസിന് ഒരു ശ്രമിക്കാനുള്ള ആളുകൾ പോലും ഇല്ലാത്ത സംഘടനാപരമായ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പോലും ജയിക്കും താങ്കൾക്കുള്ളത്. നോക്കൂ, ഞങ്ങളുടെ ജനാധിപത്യ ബോധം അത് അനുവദിക്കുന്നില്ല. ഞങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് തുറന്നു പറയാം, അവിടെ മത്സരം UDF-ഉം BJP-യും തമ്മിലാണ്. നിങ്ങൾ കാണികളാണ്. കാണികളുടെ ഭാഗത്തേക്ക്, മൂന്നാം സ്ഥാനത്തുള്ള നിങ്ങളുടെ ഭാഗത്തേക്ക് 1-2 പേർ കൊഴിഞ്ഞു പോയാലും ഞങ്ങളുടെ ജനശക്തി ഒരിക്കലും മാറുന്നില്ല. ഞാൻ അടിവരയിട്ട് പറയുന്നു, കേരള ചരിത്രത്തിൽ ഇന്ന് വരെ പാലക്കാട് കിട്ടാത്ത ഭൂരിപക്ഷം, ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടിയാണ് UDF-ഉം രാഹുലും അവിടെ ജയിക്കാൻ പോകുന്നത്. താങ്കളുടെ രാഷ്ട്രീയ പൊതുപ്രവർത്തകരല്ല, താങ്കൾ മാധ്യമ പ്രവർത്തകനാണ്. പക്ഷേ കണിച്ചേരി പൊതുപ്രവർത്തകനാണ്. കണിച്ചേരിയോട് ഞാൻ പറയട്ടെ, ഈ ഫ്ലോറിൽ വെച്ച് ഞാൻ വെല്ലുവിളിക്കുന്നു, കേരളത്തിൻ്റെ ചരിത്രത്തിൽ പാലക്കാട് കിട്ടാത്ത അത്രയും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുവാൻ പന്തയം വെക്കുവാൻ താങ്കൾ തയ്യാറുണ്ടോ? ഈ ഫ്ലോറിൽ വെച്ച് ഞാൻ ചോദിക്കുന്നു. അങ്ങ് പറയുന്ന എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ചരിത്ര ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഞങ്ങൾ ജയിക്കുമെന്ന് പറയുന്നു. തിരിച്ച് ഞങ്ങൾ പറയുന്നത്, കണിച്ചേരി അങ്ങ് ഈ പന്തയം ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ഇതാണ് നമ്മുടെ ചോദ്യം. നടത്തിയാലും ചേലക്കരയുടെ കാര്യത്തിലും താങ്കൾ ഈ പന്തയത്തിനുണ്ടോ? നമുക്ക് ഒരുമിച്ച് ഞാനുണ്ട്. ഞാൻ 100% പറയാം. ചേലക്കരയിൽ ഞങ്ങൾ ജയിക്കും. താങ്കൾ മാധ്യമപ്രവർത്തനം നിർത്തുവോ? ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്താം. എന്തിനാണ് ഇവിടെ എത്രയോ മാധ്യമപ്രവർത്തകരിൽ ഏറ്റവും നന്നായി ചെയ്യുന്ന ആളാണ് താങ്കൾ. മാധ്യമപ്രവർത്തനം നിർത്തുമോ? ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം എന്റെ ആരും മത്സരിക്കുന്നില്ല. ഞാൻ താങ്കളോട് ചോദിക്കും. താങ്കൾ ചോദിച്ചോണ്ടാണ് ചോദിച്ചത്. താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ
ഞാനും താങ്കളും തമ്മിൽ പന്തയം വെക്കാൻ തയ്യാറാണ്. അല്ലല്ല, ഞാൻ ഇത്രയും കൊല്ലത്തെ രാഷ്ട്രീയ പാലക്കാടിന്റെ കാര്യത്തിൽ കണിച്ചേരിയോട് താങ്കൾ താങ്കളുടെ മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറുണ്ടോ? പന്തയം വെക്കുന്നുണ്ടോ? ചേലക്കരയിലും ജയിച്ചില്ലെങ്കിൽ താങ്കൾ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാമെന്ന് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ കേക്ക് പന്തയം ഒന്നാമത്തെ പന്തയം ഞാൻ വെച്ചല്ലോ. കണിച്ചേരി മറുപടി പറയട്ടെ. അടുത്ത പന്തയത്തിലേക്ക് ഞാൻ വരാം. താങ്കളോട് ഒന്നാമത്തെ പന്തയം ഞാൻ വെച്ചു. താങ്കൾ അതിന് മറുപടി അതിലാണെങ്കിൽ ഞാൻ രണ്ടാമത്തെ പന്തയത്തിലേക്ക് വരാം. പാലക്കാടിന്റെ കാര്യം ഞാൻ ചോദിക്കാം നിതിനോട്. ചേലക്കരയുടെ കാര്യത്തിൽ താങ്കൾക്ക് ധൈര്യമില്ലല്ലോ. എന്താണ് കാര്യം? ഞാനല്ലേ പ്രപ്പോസ് ചെയ്തത്? ഉണ്ടല്ലോ. ഞാൻ ആദ്യം വെച്ച താങ്കൾ ചോദിച്ചതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പാലക്കാടിലെ കണിച്ചേരി മറുപടി പറയട്ടെ. അത് കഴിഞ്ഞ് ഞാൻ ചാലക്കരയിലേക്ക് വരാം. എനിക്ക് മടിയില്ല. താങ്കൾ അവസാനിപ്പിക്കാൻ തയ്യാറുണ്ടോ? കൃഷ്ണദാസ്, 2 മിനിറ്റ് ഞാൻ നിതിനോട് ചോദിക്കട്ടെ. നിതിൻ പറയും. രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാം. ലാലെ, ശ്രീ PM നിയാസിനെ പോലെയുള്ള ആളുകളൊക്കെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതൊരു കുതിരപ്പന്തയമല്ലല്ലോ നമ്മളിങ്ങനെ പന്തയം വെച്ച് കളിക്കാൻ. അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് തുടരണം. അപ്പൊ പന്തയത്തിൽ തോറ്റ് രാഷ്ട്രീയ പ്രവർത്തനമൊന്നും അദ്ദേഹം നിർത്തുന്നത് ഒരു ഗുണകരമാവില്ല എന്നുള്ളതുകൊണ്ടൊന്നും പന്തയത്തിലേക്ക് ഞാൻ നമ്മളൊക്കെ രാഷ്ട്രീയമാണല്ലോ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം ഇവിടെ നടത്തുന്ന ചർച്ച അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായി ഒരു ഗുസ്തി മത്സരമൊക്കെ കാണുന്നത് ഞാൻ അങ്ങനെയല്ല. ഞാനിതിന് രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. ഇനി തെരഞ്ഞെടുപ്പിൽ ഒരു ജയമുണ്ടായാൽ, ഇപ്പോൾ നിയാസ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നത്തിൽ തെരഞ്ഞെടുപ്പിൽ ഒരു ജയമുണ്ടായാൽ അങ്ങേയറ്റം അഹങ്കരിക്കുകയും തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയമുണ്ടായാൽ അന്നത്തോടുകൂടി പണി നിർത്തുകയും ചെയ്യുന്ന അങ്ങനെയല്ല ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കണ്ടിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിലൊരു വിജയമുണ്ടായാൽ അഹങ്കാരത്തിൻ്റെ മുകളിലേക്ക് പിടിക്കാനുള്ളതുമല്ല ചെങ്കൊടി, തെരഞ്ഞെടുപ്പിലൊരു പരാജയമുണ്ടായാൽ മടക്കി വീട്ടിൽ കൊണ്ട് വെക്കാനുള്ളതുമല്ല ചെങ്കൊടി എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തെരഞ്ഞെടുപ്പും ഒരു പോരാട്ടമാണ്. ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശകലനം നോക്കിയാൽ തന്നെ അറിയാം. അദ്ദേഹം പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിൽ അല്ലെങ്കിൽ വോട്ട് വർധനയും UDFനുണ്ടായ വിജയമൊക്കെയാണ്. 2019 ഇതിനേക്കാൾ തിരിച്ചടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിലാണെങ്കിൽ ഇപ്പോൾ 2024 സംഭവിച്ചതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് ഇടതുപക്ഷത്തിന് 2019 ഉണ്ടായത്. അത് കഴിഞ്ഞ് 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന വട്ടിയൂർക്കാവിലും കോന്നിയിലും പാലയിലുമെല്ലാം വിജയിച്ചത് ഇടതുപക്ഷമാണ്. അത് കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 91 MLA-മാരുണ്ടായിരുന്നത് 99 വർദ്ധിപ്പിച്ചത് ഇടതുപക്ഷമാണ്. അങ്ങനെയാണ് നിയാസിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയൊക്കെ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പ്രതിപക്ഷത്തേക്ക് കഴിഞ്ഞ 10-ാം വാർഷികത്തിലേക്ക് പ്രതിപക്ഷത്തിൻ്റെ 10-ാം വാർഷികത്തിലേക്ക് പോകുന്നത് എന്നതുകൂടി അദ്ദേഹം മനസ്സിലാക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്ന പാറ്റേൺ ഒരുപോലെയല്ല. പിന്നെ കോൺഗ്രസിനകത്ത് പാലക്കാട് സംഭവിക്കുന്നത് എന്താ? ഒരു ജനാധിപത്യ രാജ്യത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഒരു പിൻഗാമിയെ നിശ്ചയിക്കുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പോ കെ മുരളീധരൻ മാറിയപ്പോൾ കെ മുരളീധരൻ പിൻഗാമിയെ നിശ്ചയിച്ചുകൊണ്ടല്ലല്ലോ വടകരയിൽ നിന്ന് മാറിയത്. TN പ്രതാപൻ മാറിയത് പിൻഗാമിയെ നിശ്ചയിച്ചുകൊണ്ടാണോ തൃശ്ശൂരിൽ നിന്ന് മാറിയത്? പാലക്കാട് മാത്രം ഒരു പിൻഗാമിയെ നിശ്ചയിക്കുന്ന രീതി എങ്ങനെയാണ് കോൺഗ്രസ്സുകാർ അംഗീകരിക്കുക? ജനം അംഗീകരിക്കുന്നത് പോട്ടെ, കോൺഗ്രസ്സുകാർ അംഗീകരിക്കുമോ? അങ്ങനെ കോൺഗ്രസ്സുകാർ അംഗീകരിക്കാതിരിക്കുന്നത് കൊണ്ടല്ലേ ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ പ്രഖ്യാപനം വന്നത് മുതൽ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയതുപോലെ ആ പൊട്ടൽ ഇനിയും തീർന്നിട്ടില്ല. KPCCയുടെ ഭാരവാഹികളായിരുന്നവർ, ACC മെമ്പർമാരായിരുന്ന ആളുകൾ, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ, മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹികൾ, അങ്ങനെ കോൺഗ്രസുമായി ചേർന്ന് നിന്ന എത്രയോ ആളുകൾ ഇപ്പോഴും തെരഞ്ഞെടുപ്പ് വരെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അതിന് അവസാനമുണ്ടാകും എന്ന് തോന്നുന്നില്ല. പിന്നെ അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോകുമ്പോൾ സ്വീകരിക്കുന്ന നിലപാടിനെയും സംസ്കാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. കേരളം കണ്ട ഏറ്റവും വലിയ നേതാവാണല്ലോ K കരുണാകരൻ. ആ K കരുണാകരന്റെ മകൾ BJPയിലേക്ക് പോയപ്പോ ഇപ്പൊ പാലക്കാട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പറഞ്ഞ വാക്കുകൾ എന്താ? ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് എനിക്ക് പറയാൻ പ്രയാസമുള്ള വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. K കരുണാകരന്റെ കൂടെ കോൺഗ്രസ്സുകാർക്ക് എത്രയോ ആളുകൾക്ക് വെച്ച് വിളമ്പിയ, എന്നാൽ ഒരിക്കൽ പോലും രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടാതിരുന്ന K കരുണാകരന്റെ മഹനീയ പത്നിയായിരുന്ന കല്യാണിക്കുട്ടി അമ്മയെക്കുറിച്ച് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറയാൻ ഒരു പൊതുപ്രവർത്തകന് കഴിഞ്ഞത്
പാലക്കാട്ടെ സ്ഥാനാർത്ഥിക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ആ അങ്ങനെ ഒരാളെയല്ലേ എന്നിട്ട് നിങ്ങൾ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കുന്നത്? കേരളത്തിലെ പാലക്കാട്ടെ സംസ്കാര സമ്പന്നരായ ജനവും വോട്ടർമാരും ഇതൊക്കെ അംഗീകരിച്ചു തരും എന്ന് താങ്കൾ കരുതിയിട്ടുണ്ടോ? പിന്നെ അദ്ദേഹം പറയുന്നു ആളുകൾക്കൊന്നും അത്തരത്തിൽ പെരുമാറാനോ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ അഭിപ്രായമുണ്ടോ? ഒറ്റ മിനിറ്റ്, ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഒരു കാര്യം അദ്ദേഹം ഇവിടെ പറഞ്ഞു BJPയും കോൺഗ്രസും തമ്മിലാണ് മത്സരമെന്ന്. രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം നിങ്ങൾ തള്ളിപ്പറയുകയാണോ? കെ മുരളീധരൻ ഇന്നലെ വന്ന് പറഞ്ഞത് ഈ അഭിപ്രായമല്ല. പാലക്കാട്ട് മത്സരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് UDFും LDFും തമ്മിലാണ് മത്സരമെന്ന്. അപ്പോ ശ്രീ നിയാസ് അദ്ദേഹം ചെയ്യേണ്ടത് ചുരുങ്ങിയ പക്ഷം കേരളത്തിന്റെ രാഷ്ട്രീയ വിശകലനത്തെ സംബന്ധിച്ച് കുറെ കൂടി ആധികാരികമായ സോഴ്സുകളിൽ നിന്ന് വിവരശേഖരണം നടത്തണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് സമരത്തെ ഏതാണ്ട് ഒരു കുതിരപ്പന്തയത്തെ കാണുന്ന ലാഘവത്തോടുകൂടി കാണുന്ന നിലയിൽ നിന്ന് കോൺഗ്രസുകാർ മാറണം എന്ന അഭിപ്രായമാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളും കോൺഗ്രസും തമ്മിലാണ് മത്സരം എന്ന് കോൺഗ്രസ് തന്നെ നിങ്ങൾക്കൊരു സ്ഥാനം കൽപ്പിച്ചു തന്നുകൊണ്ട് ഈ മത്സരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കഴിഞ്ഞ തവണ നിങ്ങൾ രണ്ടാമത് എത്തി എന്നുള്ളത് കൊണ്ട് ഇത്തവണയും അത് കൽപ്പിച്ചു തന്ന് CPMനെ മൂന്നാമതാക്കി മാറ്റി അവിടെ ഏത് തരത്തിലുള്ള മത്സരമാണ് അവർ കാഴ്ചവെച്ച് പോകുന്നത് എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതേപോലെ ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ്, എപ്പോൾ വേണമെങ്കിലും ആളുകൾക്ക് പോകാം എന്ന് പറയുന്നത് BJPക്കും ഭൂഷണമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അതിനകത്ത് എന്തു പറഞ്ഞാലും ആളുകൾക്ക് തുടരാം എന്നുള്ളത് സന്ദീപ് വാര്യരെ പോലുള്ള ആളുകൾ അവിടെ നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇതൊക്കെ പാലക്കാട് നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കൊപ്പം ഈ സംഘടനാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ? പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഇപ്പൊ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായിട്ടാണല്ലോ രണ്ട് മുന്നണികളും മത്സരിക്കുന്നത്. ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് BJPക്കെതിരെ. BJPയാണ് മുഖ്യ ശത്രു എന്ന് പറയുന്ന രണ്ട് മുന്നണികളും. അപ്പൊ BJP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനെയും പാലക്കാട് BJPക്ക് ജയിക്കാനുള്ള സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ രണ്ടാളുകളും BJPക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തിരിച്ച് നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ നിതിൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ വയനാടിനെ കുറിച്ച് അദ്ദേഹം വലിയ തോതിൽ വർത്തമാനം പറഞ്ഞു. വയനാട്ടിൽ ഞാൻ ചോദിച്ച ചോദ്യം, ലാലിനോട് ചോദിച്ച ചോദ്യം ഞാൻ തിരിച്ച് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാൻ ശ്രമിച്ചു. ലാൽ എന്നെ അനുവദിച്ചില്ല. ഞാൻ ഒറ്റ കാര്യമാണ് എനിക്ക് നിതിൻ ഗഡ്കരിയോട് ആ കാര്യത്തിൽ ചോദിക്കാനുള്ളത്. വയനാടിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന പോലെ തന്നെയാണ് കേരളത്തിനും കൊടുക്കുന്നത്. അതിലൊരു വ്യത്യാസവും ഒരു സംസ്ഥാനത്തിനുമില്ല. അതാത് സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കുന്നു. അതിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് തനത് ഫണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു സംസ്ഥാന ഫണ്ടിൽ നിന്ന് സംസ്ഥാന ഖജനാവിൽ നിന്ന് ഒരു രൂപ എടുത്ത് ചെലവഴിച്ചിട്ടുണ്ടോ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. അതുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞോളൂ. ഞാനൊന്ന് പറയട്ടെ. അല്ല ഞാനില്ല. അല്ല ഐ എം സോറി, എനിക്ക് ബുദ്ധിമുട്ടാണ്. സാമാന്യ മര്യാദയല്ല ഈ ചോദ്യമോ ഈ ചോദ്യമോ താങ്കൾ അത് ആഗ്രഹിക്കുന്നില്ല. താങ്കൾ അങ്ങനെ ഒരു ചോദ്യം ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇടപെടുന്നില്ല. താങ്കൾ പറയൂ. പറഞ്ഞോളൂ. നിങ്ങളുടെ ചോദ്യം അത് പ്രേക്ഷകർ കേൾക്കണമല്ലോ. നിങ്ങളുടെ ചോദ്യം ആഗ്രഹിക്കാത്തോണ്ടല്ല. ഈ ചർച്ചക്കിടയിൽ ഞാൻ അങ്ങേക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങ് നിതിൻ ചോദിക്കുമ്പോ അങ്ങേക്ക് ഒരു ചോദ്യമില്ല ഉപചോദ്യം ഇല്ല. അങ്ങേക്ക് ഒരു ചോദ്യമില്ല ഉപചോദ്യം ഇല്ല. ബാക്കിയുള്ളവരോടുള്ള ചോദ്യം ഉപചോദ്യത്തെ ചോദിക്കുന്ന പിന്നെ ഉപചോദ്യം. പറഞ്ഞോളൂ. നിതിൻ ഇതുപോലെ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ യുക്തിക്ക് നിരക്കാത്ത എന്തെങ്കിലും പറഞ്ഞാൽ നിതിനോട് ചോദിക്കും. അല്ലല്ല ഒരു കാര്യമില്ല. സാമാന്യ ജനത്തിന് മനസ്സിലാക്കുന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. അങ്ങ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സൂചിപ്പിച്ചപ്പോ കേന്ദ്ര ഗവൺമെന്റിന് കേരളത്തോട് എന്താണ് ഇത്ര അപകടന? കേന്ദ്ര ഗവൺമെന്റ് എന്താണ് കേരളത്തെ പ്രത്യേകമായി കാണുന്നത്? ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട്. പാലക്കാട് മുനിസിപ്പാലിറ്റി BJP ആണല്ലോ ഭരിക്കുന്നത്. നിങ്ങളുടെ സംസ്ഥാന ഗവൺമെന്റ് പാലക്കാട് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ വികസനത്തിന് വേണ്ടി, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, അവിടുത്തെ ആളുകൾക്ക് വേണ്ടി ഒരു പദ്ധതി സംസ്ഥാന ഗവൺമെന്റിനെ നടപ്പാക്കിയിട്ടുണ്ടോ? ഇനി അവിടുത്തെ നേരത്തെ MP മാർ, ഇനി ഇപ്പോഴത്തെ മാത്രമല്ല കേട്ടോ, നിലവിലെ MP മാത്രമല്ല, അതിനു മുൻപുള്ള MP മാർ BJP ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരു രൂപ മുനിസിപ്പാലിറ്റിക്ക് കൊടുത്ത് ഏതെങ്കിലും ഒരു പദ്ധതി സംസ്ഥാനത്തിന്റെയോ അവരുടെ MP ഫണ്ടിൽ നിന്നോ ഉണ്ടോ?
ഇനി MLA ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടോ? നേരത്തെ ജയിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ പ്രതിനിധിയാണെങ്കിലും ഇനി അതല്ല ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു തനത് സംസ്ഥാനത്തിന്റെ ഫണ്ട് ത്രിതല പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്നതിന്റെ ഭാഗമായി ഒരു പുതിയ പദ്ധതി പാലക്കാട് കൊടുത്തിട്ടുണ്ടോ? ശരി, ആ അപ്പൊ ആളുകളാണ് അത് പറയുന്നത്. ബി ജെ പി പറയും. അപ്പൊ അത് ബി ജെ പി പറയുമ്പോൾ എന്റെ ചോദ്യം ഇതാണ്. നേരത്തെ ഇപ്പൊ സംഘടനാ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്തല്ലോ. ബി ജെ പി അത് എങ്ങനെയാണ് കാണുന്നത്? ബി ജെ പി അത് പാലക്കാട് ചർച്ചയാകില്ല എന്ന് കാണുന്നുണ്ടോ? ഇത്തവണ ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ ബി ജെ പിയിൽ പാലക്കാട്. BJP പാലക്കാട് ഒരു പ്രശ്നമില്ല. രണ്ട് മുന്നണിക്കകത്തുമുള്ള ആളുകൾ വിട്ടുപോകുന്നതും രണ്ട് മുന്നണിയിൽ നിന്നും ആളുകൾ മാറിപ്പോകുന്നതും രാജിവെക്കുന്നതും മറ്റുള്ള സ്ഥലങ്ങളിൽ ചേരുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിരന്തരം. എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വന്നപ്പോ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ ഒരാൾ രാജിവെക്കുമ്പോ അവിടെയുള്ള ഈ നിതിൻ ഗണിച്ചേരി അടക്കമുള്ള ആളുകൾ, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പാലക്കാട് നിന്നാണ് അദ്ദേഹം വരുന്നത്, ആ നിതിൻ ഗണിച്ചേരി അടക്കമുള്ള ആളുകൾക്ക് എന്തെങ്കിലും അയോഗ്യത ഉള്ളത് കൊണ്ടാണോ ഇടതുപക്ഷം അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരുന്നത്? ആണോ? ശ്രീ കൃഷ്ണദാസ്, ഇല്ലാത്തതാണ്. ഒരു ചോദ്യം എനിക്ക് അവിടെ ഉള്ളത്. ഇപ്പോൾ സരിൻ അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി, അവിടെ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. വി ഡി സതീശിൻ്റെയും കെ സുധാകരൻ്റെയും ഒക്കെ, അല്ലെങ്കിൽ വി ഡി സതീശിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ഒക്കെ വല്ലാത്ത ഒരു ഭരണമാണ് അവിടെ, അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം അവിടുന്ന് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ അതിനെതിരായി പോരാടിയപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കിയ പാർട്ടി, അവർക്കത് സഹിക്കാൻ പറ്റില്ല. പക്ഷേ സന്ദീപ് വാര്യർ ഇതിനേക്കാൾ അപ്പുറം പറഞ്ഞപ്പോൾ നിങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ പാർട്ടിയിൽ ഈ കോൺഗ്രസിനേക്കാൾ ജനാധിപത്യമായതുകൊണ്ടാണോ അത്? ലാലെ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പാലക്കാട് പ്രവർത്തനത്തിന്റെ ഭാഗമായി പോകുന്ന സമയത്ത് അവിടെ നിന്ന് പല ആളുകളോട് സംസാരിക്കുമ്പോൾ, സമൂഹത്തിലെ പല മേഖലയിൽ നിന്നുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ, മാധ്യമ പ്രവർത്തകരടക്കം സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ നിതിൻ അടക്കമുള്ള, ബഹുമാനപ്പെട്ട നിതിൻ അടക്കമുള്ള ഒരു ഡസനോളം ചെറുപ്പക്കാർ അവിടെ ഈ പാലക്കാട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാവാൻ റെഡിയായിരുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അതിന് അർഹതയുള്ള ആളുകളാണ്, അതിന് തയ്യാറുള്ള ആളുകളാണ്. അവരൊന്നുമല്ലാതെ എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന ഒരാളെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയാക്കി? അപ്പൊ അതിന്റെ പിന്നിൽ എന്തായിരുന്നു അവിടെ നടക്കുന്ന തർക്കം എന്നുള്ളത് സന്ദീപ് വാര്യരെ എന്തുകൊണ്ട് നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയില്ല? ശോഭാ സുരേന്ദ്രനെ എന്തുകൊണ്ട് നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയില്ല? ഈ ചോദ്യങ്ങൾ അവിടെ ഉണ്ടല്ലോ. എന്റെ ചോദ്യമല്ല, എന്നോട് ദേഷ്യം വേണ്ട. ഞാൻ നേരത്തെ ചോദിച്ച സന്ദീപ് വാര്യരുടെ പ്രശ്നം താങ്കൾ ഉത്തരം പറഞ്ഞുമില്ല. ഞാൻ തിരിച്ചാണല്ലോ ചോദിച്ചത്. ഇതേ തർക്കങ്ങളും ഇതേ പ്രശ്നങ്ങളും രണ്ട് മുന്നണിയിൽ നിന്നും വിട്ടുപോയിട്ടുള്ള ആളുകളും പരസ്പരം പിടിച്ചെടുക്കുന്ന ആളുകളും ഒക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. ഞാനതാ തിരിച്ചു ചോദിച്ചത്. അപ്പൊ അതേ മുന്നണിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വ്യത്യാസം? ആ രണ്ട് മുന്നണികളിൽ നിന്നും വലിയ വ്യത്യാസമുള്ള പാർട്ടിയാണെന്ന് നിങ്ങൾ പറയുന്നതിൽ എന്തർത്ഥം? ഞാൻ രണ്ട് കാര്യങ്ങളിലെ പ്രധാനമായും പാലക്കാടിനെ കുറിച്ച് പറഞ്ഞത്. ഒന്ന്, പാലക്കാടിന്റെ വികസനത്തിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റോ അവിടുത്തെ നിലവിലെ MP-യോ MLA-യോ ഒരു രൂപ പ്രത്യേകമായ ഏതെങ്കിലും ഒരു ഫണ്ട് അവിടുത്തെ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടോ? അത് BJP ഭരണമുള്ള മുനിസിപ്പാലിറ്റി ആയതുകൊണ്ടല്ലേ കൊടുക്കാത്തത്, അവഗണിക്കുന്നത്? പാലക്കാടിനെ അവഗണിക്കുന്നതിന്റെ പ്രധാന കാരണം അതല്ലേ? ഇനി രണ്ടാമത്തത്, ഈ രണ്ട് മുന്നണിയിലുമുള്ള പ്രശ്നങ്ങൾ പോലെ തന്നെ ഇടത് മുന്നണിയിൽ ആളുകൾ സംതൃപ്തരാണെന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? ഇടത് മുന്നണിയിൽ പാലക്കാട്, ഇടത് മുന്നണിയിൽ മാത്രമല്ല, ഇപ്പൊ അവര് പാലക്കാട് പുതുതായി കൊണ്ടുവരുന്ന രാഷ്ട്രീയം എന്താണ്? ഒന്ന്, വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചർച്ച, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചർച്ചയാണ് പാലക്കാട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, തീവ്ര സ്വഭാവമുള്ള ചില സംഘടനകളുമായി ചേർന്നുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പാലക്കാടുണ്ടായിട്ടുള്ള കൊലപാതകങ്ങൾ, സഞ്ജിത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശ്രീനിവാസന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ, അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളോട് ബന്ധം പുലർത്തുന്ന ആളുകൾ, അതിന്റെ പ്രതികളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ആളുകൾ, അത് എറണാകുളത്തെ മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിന്റെ കാര്യത്തിലാണെങ്കിലും ആലപ്പുഴയിൽ രഞ്ജിത് ശ്രീനിവാസന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം നടന്നിട്ടുണ്ട്. ശരി, അപ്പൊ ആ കാര്യങ്ങളും ചർച്ച ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ നഗരസഭ അവിടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് വേണ്ട പൈസ കൊടുക്കുന്നില്ല സംസ്ഥാന സർക്കാർ എന്ന് നിങ്ങൾ പരാതി പറയുന്നത് പോലെ കേരളത്തിന്, വയനാടിന് കേന്ദ്ര സർക്കാർ കൊടുക്കാത്തതും ചർച്ചയാകില്ലേ എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ അത് വേറെ രീതിയിലാണ് പറഞ്ഞത്. ഞാൻ വയനാടിന്റെ കാര്യം പറഞ്ഞല്ലോ. വയനാട്ടിൽ സംസ്ഥാന ഗവൺമെന്റ് ഒരു രൂപ ചെലവാക്കിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു വകുപ്പ്, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഏറ്റവും വലിയ ആരോപണം എന്താ? അവിടുത്തെ സാധാരണക്കാർക്ക് കൊടുക്കുന്ന അരി, ഭക്ഷണ സാധനങ്ങൾ, ഭക്ഷണ കിറ്റ്, അതിലുണ്ടായിട്ടുള്ള ആരോപണം ചെറിയ ആരോപണമാണ് ഉണ്ടായത്. അത് അവിടുത്തെ പഞ്ചായത്ത് പറയുന്നു അത് പഞ്ചായത്ത് കൊടുത്തതാണ് എന്ന് സംസ്ഥാന ഗവൺമെന്റ് പറയുന്നു. പഞ്ചായത്ത് എന്താ പറയുന്നത്? അത് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള
കിറ്റാണ് ഞങ്ങൾ കൊടുത്തത് എന്ന് ശരി അത് ശരി. അപ്പൊ തർക്കമാണെന്ന് നിങ്ങളോട് വെക്കട്ടെ. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തായാലും തിരിച്ച് ചില മറു ചോദ്യങ്ങളല്ലാതെ എന്താ ചെയ്യുന്നത് നിങ്ങളുടെ സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന്? നിങ്ങളുടെ നേരെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇനിയും കാത്തിരിക്കണം അതിന് ഉത്തരം. ഞാൻ വരാം. അഡ്വക്കേറ്റ് എന്റെ നിയാസ് മറുപടി പറഞ്ഞത്. അഡ്വക്കേറ്റ് എന്റെ നിയാസ് മറുപടിയിൽ ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ. ശരി. ഒരു രൂപ അഡ്വക്കേറ്റ് സംസ്ഥാന നിയാസ്, ഗവൺമെന്റ് എനിക്ക് ചെലവഴിച്ചിട്ടില്ല എന്നാണ് എന്റെ മറുപടി. എനിക്കറിയേണ്ടത് ഇതാണ്. ഷാഫി പറമ്പിലിൻ്റെ കാര്യമൊക്കെ ഇതിനിടയ്ക്ക് ചർച്ചയിലേക്ക് വന്നു. ഈ കോൺഗ്രസിനകത്തുള്ള പടലപ്പിണക്കങ്ങളെക്കുറിച്ചും കൊഴിഞ്ഞുപോക്കിനെക്കുറിച്ചും വല്ലാതെ ചർച്ചകൾ വന്നു. ഇതിനിടയ്ക്ക് വന്ന പല ആരോപണങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനൊന്നും ഷാഫി പറമ്പിൽ കൃത്യമായ ഉത്തരം പറയുന്നത് നമ്മൾ കണ്ടില്ല. വാർത്താ സമ്മേളനം നടത്തുമെന്ന് പ്രതീക്ഷിച്ച് ഇതുവരെ കണ്ടില്ല. മാധ്യമങ്ങൾ അത് ചർച്ചയാക്കുമെന്ന് വിചാരിച്ചു. മാധ്യമങ്ങളുടെ വായും പൂട്ടിയതുപോലെയുണ്ട്. അത്തരം ചർച്ചകളും കാണുന്നില്ല. നിങ്ങൾക്ക് സൗകര്യവുമുണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പിൽ കെ സുരേന്ദ്രനെതിരെ ഒരു മാനനഷ്ടത്തിന് ഒരു കേസ് ഒരു നോട്ടീസ് അയക്കും എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു പലരും. അതും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. നോക്കൂ, നിങ്ങൾ ഷാഫി പറമ്പിൽ കെ സുരേന്ദ്രനെതിരെ കേസ് കൊടുത്തില്ല എന്നതിൽ താങ്കൾ കാണിക്കുന്ന ഒരു ഔത്സുക്യവും ലോജിക്കും എനിക്ക് മനസ്സിലാവും. എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രി, അത് മുഖ്യമന്ത്രി ആരും ആയിക്കോട്ടെ, കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ഒന്നാമത്തെ പ്രതിനിധിയാണ്. അവരെല്ലാവരെയും പ്രതിനിധാനം ചെയ്യുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഒറ്റ തന്തക്ക് പിറന്നവൻ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവൻ എനിക്കെതിരെ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയോ കേരളത്തിലെ ഏതെങ്കിലും ഒരു സി പി എമ്മിൻ്റെ മന്ത്രിമാരോ MLA മാരോ MP മാരോ ഈ കേരളത്തിൽ നിന്നും ജയിച്ചു പോയ, നിങ്ങളുടെ സഹായത്താൽ ജയിച്ചു പോയ ഒരു MP, അതേ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്കെതിരെ ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. ആകെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പാവം മരുമോനല്ലാതെ വേറൊരാളും പറഞ്ഞില്ല. നിങ്ങളിവിടെ പറഞ്ഞു, ഈ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ഇവിടെ പരാമർശിക്കപ്പെട്ടു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. കോഴിക്കോട് 3 തവണ ജയിച്ച നമ്മുടെ ഏറ്റവും പ്രഗത്ഭനായ പ്രദീപ് ഉൾപ്പെടെയുള്ള DYFIയിലെ പരിണത പ്രദീപ് ഉൾപ്പെടെയുള്ള ആളുകളെ മാറ്റി DYFIയിൽ നിന്ന് കടന്നു വന്ന ഒരു പുതു താരത്തെ കൊണ്ടുവന്ന് കോഴിക്കോട് നിന്ന് ആദ്യമായി മത്സരിച്ചു. ആദ്യമായി അദ്ദേഹത്തെ മന്ത്രിയാക്കി. അങ്ങനെ മന്ത്രിയാക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് എന്താ? അദ്ദേഹം DYFIയുടെ ഭാരവാഹിയായി വന്നതാണ്. DYFIയുടെ ഭാരവാഹിക്ക് 3 തവണ MLA ആയ ആളുകളെയും പ്രഗത്ഭരായ ആളുകളെയും ഒക്കെ മാറ്റി, അതുപോലെ 2-3 തവണ MLA മാരായിരുന്ന തലശ്ശേരിക്കാരനെയും ഒക്കെ മാറ്റി മന്ത്രിയാക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു DYFIക്കാർക്ക് പ്രാതിനിധ്യം കൊടുക്കണം, ചെറുപ്പക്കാർക്ക് പ്രാതിനിധ്യം കൊടുക്കണം. അവിടെ നിങ്ങളത് പറഞ്ഞു. ഇവിടെ ഞങ്ങൾക്കൊരു 3 സീറ്റ് കിട്ടിയപ്പോൾ ആ 3 സീറ്റിൽ ഞങ്ങൾ 2 അസംബ്ലി സീറ്റിൽ ഒന്ന് യൂത്ത് കോൺഗ്രസിന് അഖിലേന്ത്യാ സെക്രട്ടറിക്കും ഒന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനും കൊടുത്തു. അപ്പം നിങ്ങൾ പറയുന്നു അത് ഏത് ഒരാളുടെ പിൻഗാമിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ അപ്പം ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, മരുമോനായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. കൊണ്ടുവരാനായിരുന്നു പാലക്കാട് DCC പറഞ്ഞത്. ആ കെ മുരളീധരൻ അവിടെയും കിട്ടിയ അടി ഇവിടുന്നും പിന്നിൽ നിന്നുള്ള കുത്തൽ പോലെയുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം അവിടെ വന്നല്ലോ. ഒരു വനിതയുടെ പേര്, ആ വനിതയുടെ പേര് വന്ന് പ്രഖ്യാപനം വന്നല്ലോ. അരുൺകുമാറിൻ്റെ പോസ്റ്റർ ചുമര് അങ്ങ് തൃക്കാക്കരയിൽ മുഴുവൻ എഴുതിയല്ലോ. കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും എല്ലാം എഴുതിയത്. ആ അനിൽകുമാറിൻ്റെ പേര് എഴുതിയ ആ ഡിവൈഎഫ്ഐക്കാരെ പിന്നെ അവിടെ കണ്ടില്ലല്ലോ. അതെങ്ങനെ മാറിയത്? ആരാ മാറ്റിയത്? ഈ ഒറ്റത്തന്ത പ്രയോഗത്തിന് ഒരു പരാതിയും ആരും കൊടുത്തില്ലല്ലോ എന്ന് നേരത്തെ നിതിൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ആരാ നിങ്ങളുടെ സ്ഥാനാർത്ഥി പാലക്കാട്? അദ്ദേഹം കെ കരുണാകരൻ്റെ സഹധർമ്മിണിയെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? പത്മജ വേണുഗോപാൽ, അതായത് കരുണാകരൻ്റെ മകൾ ആ പാർട്ടി വിട്ടുപോയപ്പോൾ ആ സ്ഥാനാർത്ഥി അവിടെ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ എന്ത് നടപടിയെടുത്തു? അയാളെ സ്ഥാനാർത്ഥിയാക്കി അംഗീകരിക്കുകയല്ലേ, ആ കെ മുരളീധരന് കൊടുക്കാതെ, കരുണാകരൻ്റെ മകന് സീറ്റ് കൊടുക്കാതെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അങ്ങനെ ഓർമ്മിപ്പിച്ചത് നന്നായി. ഇത് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ അതിശക്തമായി നിലപാടെടുക്കുന്ന രാഹുലിൻ്റെ DNA ടെസ്റ്റ് പരിശോധിക്കണമെന്ന് പറഞ്ഞ് ഒരു LDFിൻ്റെ ഒരു MLA ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട MLA ആയിരുന്നു അന്ന്. ആ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ന്യായീകരിച്ചു. എന്താ ന്യായീകരിച്ചത്?
ആ പ്രസ്താവനയെ ന്യായീകരിച്ചു. ആ MLA-ക്കൊപ്പം എത്ര ദിവസം ചർച്ച നടത്തി നിങ്ങളുടെ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും? എന്തിനു വേണ്ടിയായിരുന്നു? ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അങ്ങ് ഇടപെടല്ല, പ്ലീസ് ഞാൻ ഇടപെടട്ടെ. താങ്കൾ ഇടപെടല്ല, ഞാൻ പറയട്ടെ. അന്ന് ആ DNA-യുടെ കാര്യം പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രി എന്തായിരുന്നു ആ DNA പ്രസ്താവന? അദ്ദേഹം നിലമ്പൂർ MLA-യെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയല്ലോ, പിന്തുണച്ചല്ലോ. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളുള്ള പ്രയാസമാണ് ഞാൻ ചോദിച്ചത്. രാഹുൽ ഇപ്പോഴും സ്ഥാനാർത്ഥിയായി പാലക്കാട് ഇരിക്കുന്നത് എങ്ങനെ? ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. രാഹുലിന്റെ പിന്നിൽ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളും. രാഹുൽ പറഞ്ഞത് എന്താണ്? കെ മുരളീധരന്റെ മാതാവിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? മുരളീധരൻ സ്ഥാനാർത്ഥി ആഗ്രഹിച്ചു. കെ മുരളീധരൻ അവിടെ വന്നല്ലോ. അതിന് മറുപടി കെ മുരളീധരൻ പറഞ്ഞല്ലോ. ചേലക്കര വന്നപ്പോൾ ഈ കൈരളിക്കാരനും ദേശാഭിമാനിക്കാരും കുത്തി ചോദിച്ചതിന് അദ്ദേഹം മറുപടി പറഞ്ഞല്ലോ. ആ മറുപടി കൃത്യമായിരുന്നല്ലോ. ആ മറുപടി എന്തേ പിന്നെ നിങ്ങൾ എന്തായിരുന്നു മറുപടി? എന്താണ് അദ്ദേഹത്തിന്റെ മാതാവിനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതിനെ കെ മുരളീധരൻ പറഞ്ഞല്ലോ? അവിടെ വ്യക്തികളല്ല, അതേ പറഞ്ഞു. അവിടെ വ്യക്തികളല്ല, ഞങ്ങൾക്ക് അവിടെ പാർട്ടിയാണ് സ്ഥാനാർത്ഥി. ആ പാർട്ടി നിർത്തിയ സ്ഥാനാർത്ഥി രാഹുലിനെ വിജയിപ്പിക്കലാണ് ഞങ്ങളുടെ ദൗത്യം പറഞ്ഞല്ലോ. അതായത് രാഹുൽ പറഞ്ഞത് ശരിയാണ്, അദ്ദേഹത്തിന് നടപടി വേണ്ട എന്ന് പറഞ്ഞോ? ഭാര്യയെക്കുറിച്ച് കെ കരുണാകരന്റെ ഭാര്യയെക്കുറിച്ച് ഇത്തരത്തിൽ വളരെ മോശമായ കമന്റ് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചാണ് കെ മുരളീധരൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒറ്റത്തന്തയ്ക്ക് ജനിക്കാത്തവരെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി താങ്കൾ ഒറ്റത്തന്തയ്ക്ക് ജനിക്കാത്തവരാണെന്ന് പറഞ്ഞിട്ട് ആ കേരളത്തിലെ കേന്ദ്രമന്ത്രിക്കെതിരെ ഒരു പരാതി കൊടുക്കാൻ ആംബിയറില്ലാത്ത, തൊലിക്കട്ടിയില്ലാത്ത, തന്റെ ഇടമില്ലാത്ത കേരളത്തിലെ കടിച്ചേരി ഞങ്ങളെ വിമർശിക്കാൻ നിങ്ങൾക്ക് മാൻഡേറ്റ് ഇല്ല. ഞങ്ങളെ വിമർശിക്കാൻ നിങ്ങൾക്ക് മാൻഡേറ്റ് ഇല്ല. ഞങ്ങളെ വിമർശിക്കാൻ നിങ്ങൾക്ക് മാൻഡേറ്റ് ഇല്ല. ആദ്യം നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി വേണ്ട കണിച്ചേരിയെങ്കിലും പോയിട്ട് ഒരു പരാതി കൊടുക്കുക. മുഖ്യമന്ത്രിയെ ഒറ്റത്തന്തയ്ക്ക് ജനിക്കാത്തവൻ എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒറ്റത്തന്തയ്ക്ക് ജനിക്കാത്തവരെന്ന് അധിക്ഷേപിച്ചപ്പോ ഞാൻ പറയട്ടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഒറ്റത്തന്തയ്ക്ക് ജനിക്കാത്തവരെന്ന് പറഞ്ഞപ്പോ കൈരളിക്കെങ്കിലും ഒരു പരാതി കൊടുക്കായിരുന്നല്ലോ. ഇപ്പോൾ അതിനെതിരെ പരാതി CPM കൊടുത്തില്ലല്ലോ എന്നാണ് ഇപ്പോഴും PM നിയാസ് ചോദിക്കുന്നത്. പക്ഷേ അപ്പോഴും അദ്ദേഹം 4 വിരലുകൾ തൻ്റെ നേരെ തന്നെ, കോൺഗ്രസിന്റെ നേരെ തന്നെ ചൂണ്ടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കല്യാണിക്കുട്ടിയമ്മയെ അധിക്ഷേപിച്ച കാര്യത്തിൽ കോൺഗ്രസ് എന്തുകൊണ്ട് മൗനം ഭജിക്കുന്നു? ചർച്ചയുടെ അവസാന ഘട്ടമാണ്. 2 മിനിറ്റ് വീതം ആണുള്ളത്. ഞാൻ വളരെ കൃത്യമായി തന്നെ ശ്രീ കൃഷ്ണദാസ് ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. 2021 ശ്രീധരൻ BJPക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ അവിടെ ഒരു വല്ലാത്തൊരു ഓളം ഉണ്ടാക്കാൻ BJPക്ക് ആയിട്ടുണ്ട്. അത് നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അവിടെ നിഷ്പക്ഷമായ വോട്ടുകൾ പോലും കുറേ BJPക്ക് സംഘടിപ്പിക്കാനായിട്ടുണ്ട്. ശ്രീധരൻ ജയിച്ചേക്കുമോ എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ അന്ന് സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കൃഷ്ണകുമാർ അവിടെ നിന്നൊക്കെ വല്ലാതെ പിന്നോട്ട് പോവുകയും 3ാം സ്ഥാനത്തേക്ക് പോകുന്നു എന്നാണ് AK ബാലനൊക്കെ പറയുന്നത്. LDFും UDFും തമ്മിലാണ് അവിടെ മത്സരം എന്നാണ് അവരൊക്കെ പറയുന്നത്. ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളതിന് എന്താണ് കാരണം? എന്റെ അറിവനുസരിച്ച് അങ്ങ് ഈ ചോദ്യം പെട്ടെന്ന് ചോദിച്ചത് കൊണ്ടും ഒരു പേര് പ്രത്യേകമായി പരാമർശിച്ചതുകൊണ്ടും എന്റെ അറിവനുസരിച്ച് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിന് ഇത്രയധികം വോട്ട് കുറയാനുള്ള സാഹചര്യത്തെക്കുറിച്ചുള്ള ചർച്ചകളും ആരോപണങ്ങളും എല്ലാം പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടായപ്പോൾ പാലക്കാട് സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറയാനുള്ള പ്രധാന കാരണമായി ശ്രീ AK ബാലൻ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത് 10,000-ത്തിലധികം വോട്ടുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 10,000-ത്തിലധികം വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനുള്ള ശക്തി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നുള്ളത് ആദ്യം
ഇടതുപക്ഷം ആലോചിക്കണം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾ UDF-ൽ നിന്ന് വന്നിട്ടുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കി അവിടുത്തെ എല്ലാ മതതീവ്രവാദ സംഘടനകളുമായി ചേർന്നുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നു. അവരുമായി ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ തരത്തിലുള്ള പ്രചരണത്തിനും തയ്യാറാകുന്നു. അവരെ എല്ലാ തരത്തിലും അവരുടെ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥിയും മുന്നണിയും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ മണ്ഡലത്തിൽ നിലവിലെ സാഹചര്യം അനുസരിച്ച് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നത് നിങ്ങളുടെ 10,000 മുതൽ 15,000 വരെയുള്ള വോട്ടുകൾ, അതാണ് അന്ന് പറഞ്ഞ കണക്ക്. ആ വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യം ഇടതുപക്ഷം ഉണ്ടാക്കണം. അതല്ലെങ്കിൽ 40,000 വോട്ട് പിടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തൊരു സംവിധാനമായി ഇടതുപക്ഷം ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മാറാൻ വേണ്ടി പോവുകയാണ്, ഉപതെരഞ്ഞെടുപ്പിൽ. BJPയെ സംബന്ധിച്ച് പാലക്കാട് ഞങ്ങൾക്ക് ശ്രീധരൻ മത്സരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ മുഴുവൻ ആളുകളിൽ നിന്നുമുള്ള പിന്തുണയും അതോടൊപ്പം തന്നെ BJPക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു അണു ഇട പോലും കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ സ്ഥാനാർത്ഥി, ആ മണ്ഡലത്തെ അറിയുന്ന സ്ഥാനാർത്ഥി, ആ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തും അറിയുന്ന സ്ഥാനാർത്ഥി, വർഷങ്ങളായി അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന സ്ഥാനാർത്ഥി എന്ന നിലക്ക് BJP സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വലിയ മതിപ്പും അതോടൊപ്പം തന്നെ വലിയ സ്വീകാര്യതയുമാണ് കഴിഞ്ഞ പ്രചരണ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ശ്രീധരൻ 2021 വേണ്ടായിരുന്നു. അവിടെ കൃഷ്ണകുമാറിന് തന്നെ അന്ന് മത്സരിച്ചാൽ മതിയായിരുന്നു. അത് പോരാത്തതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെക്കാൾ വലിയൊരു പ്രൊഫൈലുള്ള ഒരാളിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. ഞാൻ വരാം. അഡ്വക്കേറ്റ് PM നിയാസ്, കോൺഗ്രസിന്റെ അവസ്ഥ, കോൺഗ്രസിന്റെ സംഘടനാപരമായ ദൗർബല്യം, അവിടെ ഈ BJPയെ കടത്തി വെട്ടേണ്ടതുണ്ടെങ്കിൽ അവിടെ മുരളീധരനെ പോലെ ഒരാൾ വരണമെന്ന് തീരുമാനിച്ച പാർട്ടിയുടെ തീരുമാനം, ഇതൊക്കെ കടത്തി വെട്ടിയാണ് കല്യാണിക്കുട്ടി അമ്മയെ പോലെയുള്ള ഒരു കരുണാകരന്റെ സഹധർമ്മിണിയെ അധിക്ഷേപിച്ച ഒരാളെ അവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് എന്നത് ഞാൻ നേരത്തെ BJPയെ കുറിച്ച് പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെയും സ്ഥാനം 2021 നിന്ന് വല്ലാതെ പിന്നിലേക്കാക്കിയിട്ടില്ലേ? നോക്കൂ, നിങ്ങൾ വീണ്ടും അദ്ദേഹം നടത്തിയ പ്രസ്താവനയെക്കുറിച്ച്, രാഹുൽ നടത്തിയ പ്രസ്താവന തിരുത്തി പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുമ്പാകെ കൃത്യമായി എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. പിന്നെയും നിങ്ങൾ അങ്ങനെ പറഞ്ഞ് 4 വോട്ട് ലീഡറുടെ പേരിൽ കിട്ടാമെന്ന് വിചാരിച്ച് നാണം കെട്ട് നടക്കുകയാണ്. സ്വന്തമായൊരു സ്ഥാനാർത്ഥി പോലും കിട്ടാതെ രാഷ്ട്രീയ ഭിക്ഷാദേഹികളായി കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും വലിച്ചെറിയപ്പെടുന്ന ആളുകളെയൊക്കെ തപ്പിപ്പിടിച്ചെടുത്ത് സ്ഥാനാർത്ഥിയാക്കുന്ന നിങ്ങൾക്ക് രാഷ്ട്രീയ രംഗത്തെ അപജയമെന്നല്ലാതെ നിങ്ങളെക്കുറിച്ചൊന്നും പറയാനില്ല. നിങ്ങൾക്ക് അവിടെ 3ാം സ്ഥാനം പോലും നിങ്ങളെ അറിയിക്കുന്നില്ല. അതാണ് അവസ്ഥ. ഞങ്ങളിപ്പോൾ നേരത്തെ കണിച്ചേരി പറഞ്ഞു ഞങ്ങൾ 2ാം സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്, അല്ല 1ാം സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞാലും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് 3ാം സ്ഥാനത്തേക്ക് പോലും അർഹതയില്ലാത്ത രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയം ഒരു ചതുരംഗക്കളിയല്ല, അത് ഞങ്ങൾ പോരാടാൻ അങ്ങോട്ട് നിൽക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത് രാഷ്ട്രീയ ചതുരംഗക്കളിയല്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ രാഷ്ട്രീയത്തെ സീരിയസ് ആയി കാണാൻ പോലും നിങ്ങൾ തയ്യാറാവുന്നില്ല. അങ്ങനെ തയ്യാറായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും രാഷ്ട്രീയത്തെ ഇങ്ങനെ കാലുമാറ്റക്കാരുടെയും കൂറുമാറ്റക്കാരുടെയും ആവാസ കേന്ദ്രമായി CPM-നെ കൊണ്ട് അധപ്പതിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇങ്ങനെ അവസ്ഥ ഉണ്ടാക്കി മുന്നോട്ട് പോയാൽ ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായ അതേ അവസ്ഥ കേരളത്തിലും ഉണ്ടാകും. എന്തായാലും ഒരു കാര്യം എനിക്കറിയാം, എനിക്ക് CPM-ന്റെ ഏറ്റവും വലിയ തലതൊട്ടപ്പൻ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ CPM-ന്റെ അവസാനം കുറിക്കുന്ന ആളാരാണ് എന്ന് ചോദിച്ചാൽ അതെനിക്ക് നന്നായി അറിയാം. അത് പിണറായി വിജയൻ. ശരി, അത് പറയാതെ ഈ ചർച്ച കോൺഗ്രസിന് എങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റും? അങ്ങനെ ഒരു വാക്ക് പറയാതെ ഈ ചർച്ചയിൽ ഇതുവരെ ഇടമില്ലായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്ന സ്നേഹിക്കുന്നവർ ഇത്തവണ ഈ ഉപതെരഞ്ഞെടുപ്പിൽ CPM-നെതിരായി ശരി. നിതിൻ കണിച്ചേരി ഇതിനൊരു മറുപടി ആണ് വേണ്ടത്. ഇനിയിപ്പോൾ ഇനി 4 ദിവസങ്ങളാണ് ബാക്കിയുണ്ടാകുക. ഈ ദിവസങ്ങളിൽ എന്താണ് ശരിക്കും പാലക്കാട്ടെ വോട്ടർമാർ? ഞാൻ വീണ്ടും CPM-നെ കുറിച്ചൊരു നിരീക്ഷണം കൂടെ നടത്തണമല്ലോ. നേരത്തെ ഈ ശ്രീധരൻ്റെ കാര്യം പറഞ്ഞു, ഇപ്പുറത്ത് ഷാഫി പറമ്പിൽ 2021 എന്താണെന്ന് പറഞ്ഞു. അന്ന് 3ാം സ്ഥാനത്തായിരുന്ന CPM പക്ഷേ ഇപ്പോൾ പ്രചരണ രംഗത്ത് ഇപ്പോൾ ഇനി ഒരു 3-4 ദിവസം കൂടി മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ 2 സ്ഥാനാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി ഡോക്ടർ സരിൻ ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. അത് നിങ്ങൾ എങ്ങനെ വോട്ടായി മാറും എന്ന് കാണുന്നുണ്ടോ? ഒന്ന്, നേരത്തെ ശ്രീ PM നിയാസ് പറഞ്ഞത് അദ്ദേഹത്തിന് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അദ്ദേഹം അത് ബോധപൂർവ്വം മറന്നതുപോലെ കാണിക്കുകയാണ്. 57-ൽ AR മേനോൻ AICC-യിലോട് തർക്കിച്ച് പിണങ്ങി വന്ന് തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് സ്വതന്ത്രനായി MLA ആയി
കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായത് മുതൽ കേരളത്തിൻ്റെ ചരിത്രമുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ശ്രീ ടി.കെ. ഹംസയുടെ ചരിത്രമുണ്ട്, കെ.ടി. ജലീലിൻ്റെ ചരിത്രമുണ്ട്, ഇതൊക്കെയുണ്ട്. പിന്നെ തരം കിട്ടുമ്പോൾ നിയാസിൻ്റെ പാർട്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒറ്റ രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് പ്രേമചന്ദ്രനെ കൊല്ലത്തെ അവരുടെ ആളെ മാറ്റി MP ആയി മത്സരിപ്പിച്ച ചരിത്രമൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ആത്മവിശ്വാസം ഈ രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾക്ക് അനുകൂലമാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ താങ്കൾ പറഞ്ഞപ്പോ ഞാനൊന്നും മിണ്ടിയില്ലല്ലോ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ, അതിന് ഒറ്റ രാത്രി കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങനെ മാറ്റമുണ്ടാകുമ്പോൾ അത് അംഗീകരിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ ഇതൊക്കെ ജനം തിരിച്ചറിയല്ലോ. നിങ്ങൾ എന്ത് ന്യായീകരണം വേണമെങ്കിൽ പറഞ്ഞു, ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. എന്ത് ന്യായീകരണം വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞത് ഇവിടെ അതെ ഒറ്റ മിനിറ്റ്, EM ശ്രീധരന് കിട്ടിയ വോട്ട് BJP സ്ഥാനാർത്ഥിക്ക് കിട്ടാൻ പോകുന്നില്ല. നിലവിൽ പാലക്കാട് ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ MLAക്ക് കിട്ടിയ വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടാൻ പോകുന്നില്ല. സരിനെ പോലെ വിദ്യാസമ്പന്നനായ ഡോക്ടറായ ഒരു ചെറുപ്പക്കാരന് പാലക്കാട് നഗരത്തിൽ കിട്ടാനുള്ള ഒരു വോട്ടുണ്ട്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ജനം ചെയ്യാവുന്ന ഒരു വോട്ടുണ്ട്. നിയാസിന് ധൈര്യമുണ്ടോ SDPIയുടെ വോട്ട് വേണ്ട എന്ന് ഈ ചർച്ചയിൽ പറയാൻ? കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഞങ്ങളിതാ ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾക്ക് ആ വോട്ട് വേണ്ട. കൊലയാളികളുടെ തീവ്രവാദികളുടെ വോട്ട് വാങ്ങി രക്ഷപ്പെടാനാണ് ഇപ്പൊ നോക്കുന്നത്. വ്യാജ വോട്ട് ചേർത്ത് എന്തിനാണ് നിങ്ങൾ ജനാധിപത്യത്തെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്യുന്നത്? ശരി, എന്തായാലും സമയപരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. നിയാസ് പന്തയം വെക്കാൻ തയ്യാറാണ്, പക്ഷേ SDPIയുടെ വോട്ട് വേണ്ട എന്ന് ഈ ചർച്ചയിൽ പറയണമെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ്. എന്തായാലും വരുന്ന ദിവസങ്ങൾ എന്തൊക്കെയാണ് ചർച്ചയാകുക എന്നുള്ളതാണ് ഇനി കാത്തിരിക്കുന്നത്. പാലക്കാട്ടെ തേരോട്ടത്തിൽ ആരാണ് മുമ്പിലെത്തുക എന്നത് ഇപ്പോൾ ഏതാണ്ട് ആളുകളുടെ മനസ്സിലേക്ക് കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട്. അത് തന്നെ ആകുമോ 23-ന് കാത്തിരിക്കാം. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് നിതിൻ കണിച്ചേരി, PM നിയാസ്, അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. 9 PM അസുതയുണ്ട്. നമസ്കാരം.